സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവരെ വചനപ്രകാരം എങ്ങനെ സ്നേഹിക്കാം, അതാണ് നമ്മുടെ വിഷയം. നമുക്ക് ബൈബിളിലെ എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യത്തിലേക്ക് വരാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 4-ാം വാക്യം. അവിടെ നമുക്കറിയാം ആ വാക്യം അല്ലെ. എഫെസൂസിലെ എഫേസ്യ സഭയ്ക്ക് എഴുതുന്ന ദൂതില് എഫേസ്യ സഭയുടെ നന്മകളൊക്കെ പറഞ്ഞിട്ട് അവരോട് പറയുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന ഒരു കുറവ് നിന്നെ കുറിച്ച് പറവാനുണ്ട്. അപ്പോ വിചാരിക്കാൻ നമ്മുടെ ഇവിടെ ഇപ്പം നമ്മളിലുള്ള ചർച്ചസിലൊക്കെ വെച്ച് വളരെ നല്ല ക്വാളിറ്റിയുള്ള ഗുണമുള്ള ഒരുപാട് നന്മകളുള്ള ഒരു ചർച്ചയാണ്. എങ്കിലും കർത്താവ് അവരോട് പറയുകയാണ്, ഇപ്പൊ അവിടെ സ്നേഹം കുറവുണ്ടെന്നല്ല പറഞ്ഞേ. എന്നാ പറഞ്ഞേ? അവരിത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അവർക്ക് നല്ല സ്നേഹമുണ്ട്, അവർക്ക് നല്ല സ്നേഹമുള്ള സഭയാണ്. പക്ഷേ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറവാനുണ്ട്. അതല്ല, അതിനെ ഗൗരവമാക്കുന്ന കാര്യം എന്താണ്? അതിന്റെ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ ആ വാക്യത്തിന്റെ ബാക്കി വായിക്കുന്ന ഇങ്ങനെയാണ്: ഏതിൽ നിന്ന് നീ വീണുവെന്ന് മനസ്സിലാക്കി ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക, ഇല്ലാഞ്ഞാൽ ഞാൻ വരികയും നിന്റെ നിലവിളക്ക് ആ നിലവിളക്കിന്റെ സ്ഥാനത്ത് അല്ലെങ്കിൽ നിന്നെ അവിടുന്ന് നീക്കിക്കളയുമെന്നാണ്. അപ്പൊ സ്നേഹക്കുറവിന്റെ ഒരു പ്രാധാന്യം നമുക്ക് മനസ്സിലാകുന്നത് എങ്ങനെയാണ്? സ്നേഹക്കുറവിനെ ദൈവം ഒരിക്കലും വളരെ ഒരു ചെറിയ കാര്യമായിട്ടല്ല കാണുന്നത്. ആദ്യ സ്നേഹം എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ശരിക്കും നമ്മുടെയൊക്കെ ആ ആദ്യ സ്നേഹം എന്ന് വെച്ചാൽ അത് നമ്മൾ രക്ഷിക്കപ്പെട്ട കാലത്തെ സ്നേഹമൊന്നും നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾ ആ രക്ഷിക്കപ്പെട്ട കാലത്തുള്ള സ്നേഹം എങ്ങനെയായിരുന്നു? രക്ഷിക്കപ്പെടുമ്പോ എന്താ നമുക്ക് കിട്ടുന്നത്? നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ആ നിമിഷം വരെയുള്ള സർവ്വപാപങ്ങളും പോക്കി നമ്മളൊരു കുഞ്ഞു ശിശുവിനെ പോലെ വളരെ സ്വർഗത്തിലൊരു കുഞ്ഞായിട്ട് ജനിച്ചു അല്ലെ. അപ്പൊ നമുക്ക് എല്ലാം പ്യൂറായിട്ടുള്ള വെച്ചാൽ നമുക്ക് എല്ലാം നമുക്കുള്ള ഒരു സാധ്യത എന്നാ ദൈവം നേരം നമുക്ക് വെച്ചിരുന്ന സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഹൃദയംഗമമായി മനുഷ്യരെ സ്നേഹിക്കാൻ പറ്റും അല്ലെ. ഇപ്പൊ നമ്മുടെ ഇടയിലേക്ക് നോക്കിയാലും നമ്മൾ ഓരോരുത്തരെയും, ഞാൻ എന്നിലേക്കും നിങ്ങൾ നിങ്ങളിലേക്കും നോക്കിക്കേ, ആ ഒരു സ്നേഹം. ഇപ്പൊ ചർച്ചിൽ അന്നൊക്കെയാണ് എങ്ങനെയാ മനുഷ്യർക്ക് തെറ്റ് ചെയ്യാൻ ഒരു നുണ പറഞ്ഞാൽ പോലും ചർച്ചിൽ വന്ന് സാക്ഷ്യം പറയുമായിരുന്നു അല്ലെ ആളുകള്. കാരണം അത്രയ്ക്കും എന്തായിരുന്നു, നമ്മൾ അങ്ങനെ ഭയങ്കര ദൈവവുമായിട്ട് നല്ല ബന്ധമാണ്, മനുഷ്യരുമായിട്ട് നല്ല ബന്ധമാണ്. പക്ഷെ ഇപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ നമുക്ക് അത്രയും ബന്ധങ്ങളുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് അത്രയും അതാണ് ഈ ആദ്യ സ്നേഹം വിട്ടു എന്ന് പറഞ്ഞാൽ സ്നേഹം ഇല്ലെന്നല്ല അർത്ഥം. നമ്മുടെ ചർച്ചസിലോ നമുക്കോ വ്യക്തികൾക്കോ ആർക്ക് സ്നേഹമില്ലെന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ എന്താ അതിന്റെ അർത്ഥം? ആ ഒരു സ്നേഹം ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള ഒരു സ്നേഹമല്ല ഇന്ന് നമുക്കുള്ളത്. അല്ലെങ്കിൽ ഒരു റിയൽ, ഒരു യഥാർത്ഥമായിട്ടുള്ള ഒരു നല്ലൊരു പ്യൂറായിട്ടുള്ള ഒരു സ്നേഹം അല്ല. അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിന് കർത്താവ് പറയാനായിട്ടുള്ള കാരണം എന്താ? നമുക്ക് ചില സ്നേഹത്തിന് നമുക്ക് ഇതിലൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ സമയം നമ്മളെ അനുവദിക്കുന്നത് പോലെ നമുക്ക് ആദ്യം നമുക്ക് ചിന്തിക്കാം എന്തുകൊണ്ടാണ് സ്നേഹം ഇത്ര പ്രാധാന്യമായിരിക്കുന്നതെന്ന്. നമുക്ക് ചില വാക്യങ്ങൾ വായിച്ച് നമുക്ക് കടന്നു പോകാം. അധികം പോയിന്റ്സ് ആയിട്ടൊന്നും പറയാനായിട്ടില്ലെങ്കിലും നമുക്കറിയാം, എല്ലാവർക്കും പരിചയമുള്ള വേദഭാഗമാണ് മത്തായി സുവിശേഷം 22-ാം അധ്യായം അതിന്റെ 37-ഉം 38-ഉം വാക്യങ്ങൾ നമുക്കിങ്ങനെ വായിക്കാം. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. ഇതേ വാക്യം നമുക്ക് മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 28 മുതൽ 34 വരെയുള്ള വാക്യത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. അതായത് ഈ കൽപ്പന എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെപ്പോഴും പറയുന്ന ഒരു കൽപ്പന അല്ലേ. ഈ കൽപ്പന വളരെ പ്രധാനമാണെന്ന് പറയാൻ കാരണം എന്താണ്? നമുക്ക് ഒരു വാക്യവും കൂടെ ഇതിനോട് ചേർന്ന് നമുക്ക് വായിക്കാം. അത് ഇങ്ങനെയാണ് മത്തായി സുവിശേഷം 22-ന്റെ 40-ാം വാക്യം. ഇവയിൽ വലുതായിട്ട് മറ്റൊന്നുമില്ല. അതുപോലെ തന്നെ തൊട്ട് മുകളിൽ നമ്മൾ വായിക്കുന്നു, ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അല്ലെങ്കിൽ നമ്മള് ഈ കർത്താവ് ദൈവത്തെ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുക എന്നുള്ളതാണ് വലുതും ഒന്നാമത്തേതുമായ കൽപ്പന. അതിനോട് ചേർന്ന് പറയുന്ന ഒരു കൽപ്പനയും കൂടെ ഉണ്ട്. അതും കൂടെ നമുക്ക് ഒന്നിച്ച് ചിന്തിക്കാം. രണ്ടാമത് പറയുന്ന വാക്യം മത്തായി 22-ന്റെ 39 കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇത് രണ്ടും നമുക്ക് വേർപെട്ട് കാണാനായിട്ട് സാധിക്കില്ല.
അങ്ങനെ പറയാനുള്ള അതിന്റെ കാരണം വെച്ചാൽ ഇത് ഈ രണ്ട് കൽപ്പനകളിൽ സകല ന്യായ പ്രമാണവും പ്രവാചകന്മാരെ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? പൊതുവില് നമ്മള് ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തില് ധനവാനെയും ലാസറിനെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന അത് ആ അധ്യായം തീരുമ്പോ ഇങ്ങനെയാണ്: മോശയും പ്രവാചകന്മാരുടെയും വചനം വിശ്വസിക്കാഞ്ഞാൽ സ്വർഗത്തിൽ നിന്ന് ഒരാൾ പോയാൽ. അപ്പൊ മോശയും പ്രവാചകന്മാരും എന്ന് പറയുമ്പോ എന്താണ്? ഈ ബൈബിളാണ് ദൈവം, അല്ലെ? അതായത് ഈ രണ്ട് കൽപ്പന, അതായത് ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുക, നിന്റെ സഹോദരനെ, നിന്റെ കൂട്ടുകാരനെ, നിന്റെ അയൽക്കാരനെ. അതിങ്ങനെ ഓരോ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കുറച്ച് മാറ്റി പറയുന്നുണ്ട്. അപ്പം ബൈബിളിന്റെ എസൻസ് അല്ലെങ്കിൽ സമ്മാൻ സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ബൈബിൾ മുഴുവൻ ഏതിലുണ്ട്? ഈ ഒരു കാര്യത്തിലുണ്ട്. അപ്പൊ സ്നേഹത്തിന്റെ പ്രാധാന്യം എന്താ? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞാലും നമുക്ക് ഹൃദയംഗമമായ ഒരു സ്നേഹത്തിൽ നിന്നല്ല. നമ്മള് യാക്കോബ് 1 യോഹന്നാനാണല്ലോ ക്വിസ്. അതിൽ വളരെ അല്ലെ സ്നേഹത്തെ കുറിച്ച് വളരെ, നിങ്ങൾക്കത് വായിച്ചറിയാം. കൂട്ടുകാരനെ സ്നേഹിക്കാത്തവൻ, ഗ്രേസ് ആന്റി ക്ലാസ് എടുത്തപ്പോഴും പറഞ്ഞു അല്ലേ, കൊലപാതകനാണ്, കള്ളനാണ്, നുണയനാണ്, ഒന്നും പറയാനില്ല അല്ലെ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ അവന്റെ സഹോദരനെ സ്നേഹിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ അവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? നുണയാൻ. ഇനി പറയാണ്, എനിക്ക് എന്റെ സഹോദരനെ എന്നെ പോലെ തന്നെ ഇഷ്ടമാണ്, ദൈവത്തോട് എനിക്ക് അത്ര സ്നേഹമില്ല എന്ന വ്യക്തിക്ക് പറയാൻ പോലും സാധിക്കില്ല. അപ്പം നമ്മുടെ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നത് കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ളത് രാജകീയ ന്യായപ്രമാണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എന്താണ്? രാജാതി രാജാവായ കർത്താവിന്റെ വചനമാണ് എന്ത്? കൂട്ടുകാരനെ, അല്ലെങ്കിൽ എല്ലാ കൽപ്പനകളുടെയും ആകെത്തുകയായിട്ട് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിക്ക് തന്നെ പോലെ തന്റെ അയൽക്കാരനെ, കൂട്ടുകാരൻ, അതില് കുറെ ആളുകൾ നമുക്ക് പിന്നാലെ ചിന്തിക്കാം, അതിൽ ആരൊക്കെ വരും? എല്ലാവരും വരും. അങ്ങനെ സ്നേഹിക്കാൻ പറ്റിയാൽ ആ മനുഷ്യൻ ആരാണ്? അവൻ ദൈവത്തെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതാണോ നമുക്ക് ആ വാക്യത്തിന്. അപ്പൊ സ്നേഹം എന്തുകൊണ്ടാണ് പ്രാധാന്യമായിരിക്കുന്നത്? നമ്മൾ എന്തെല്ലാം ചെയ്തെടുത്താലും കർത്താവ് അത് ചെക്ക് ചെയ്ത് നോക്കുമ്പോ നമ്മൾ ഒരു സ്നേഹമില്ലാതെ, നമുക്ക് ഞാൻ പറയാലോ, അനുസരണത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയും നമുക്ക് ഇഷ്ടപ്പെട്ടു അനുസരിക്കാം, ഇഷ്ടപ്പെടാതെ അനുസരിക്കാം അല്ലെ എന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വിദ്യാഭ്യാസം വർദ്ധിച്ചു, സാഹചര്യങ്ങൾ വർദ്ധിച്ചു, നമ്മുടെ ചർച്ചസിലെ ആക്ടിവിറ്റീസ് ആയാലും നമ്മുടെ വീട്ടുകാര്യങ്ങളായാലും നമ്മുടെ കഴിവിലും പ്രാപ്തിയിലും ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് എന്ത് കാര്യങ്ങളും നമുക്ക് മുമ്പേക്കാൾ വേഗത്തില് അല്ലെങ്കിൽ വളരെ നന്നായിട്ട് മുമ്പത്തേക്കാൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അവിടെ നമ്മൾ ദൈവം പരിശോധിച്ചു നോക്കുന്നത് എന്താണ്? ഈ ചെയ്ത കാര്യത്തിന്റെ ഉള്ളില് അതിന്റെ പിന്നിലുള്ള പ്രചോദനം, ആ മോട്ടിവേഷൻ എന്തായിരുന്നു നമുക്കത് ചെയ്യാൻ? ദൈവത്തോടുള്ള സ്നേഹമാണോ? നമ്മുടെ സഹോദരങ്ങളോടും കൂട്ടുകാരോടുമുള്ള സ്നേഹത്തിലാണോ നമ്മളത് ചെയ്തതെന്നുള്ളതാണ് സ്നേഹത്തെ പ്രാധാന്യമാക്കുന്ന മറ്റൊരു കാര്യം. ഇങ്ങനെ സ്നേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനേക വാക്യങ്ങളുണ്ടല്ലോ. നമുക്ക് മത്തായി സുവിശേഷം 5-ാം അധ്യായം 43-48 ആ വാക്യം, അതിങ്ങനെയാണ്: നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. കൂട്ടുകാരൻ എന്നുള്ളതിലേക്ക് ഉൾപ്പെടുന്ന കാര്യമാണ് എന്ത്? നമ്മുടെ കൂട്ടുകാരൻ എന്നുള്ളതിൽ ആരൊക്കെ വരും? ഒരു പടി കൂടി ഉയർന്നു അല്ലെ? ശത്രുക്കളുണ്ട്, നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ട്. അപ്പം അവരെയും കൂടെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താ പറയുന്നത്? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ഒരുപാട് ആളുകളെ സ്നേഹിക്കാൻ പറ്റും, എന്നാലും എന്റെ ശത്രുവിനെ എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനെ ദൈവം എങ്ങനെയാ കണക്കാക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ ദൈവം അതിനെ ഒരു മൂല്യമുള്ളതായിട്ട് കാണാനുള്ള സാധ്യത കുറവാണ്. പിന്നീട് നമുക്ക് വേറൊരു വാക്യം കൂടെ വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 37-38 വാക്യങ്ങള്. ആ വാക്യം എങ്ങനെയാണ് വായിക്കുന്നത്? എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല, തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. അപ്പം അത് നമ്മുടെ ആദ്യത്തെ ആ കൽപ്പന, അതായത് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും ദൈവത്തെ സ്നേഹിക്കുന്ന. അപ്പം നമുക്ക് ഫസ്റ്റ് ലവ് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കേണ്ട സ്നേഹം ആരോടാണ്? ദൈവത്തോടുള്ള സ്നേഹമാണ്. നമുക്ക് മറ്റൊരു വാക്യം കൂടെ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം 34-ാം വാക്യം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന് പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം.
ആ വാക്യങ്ങളെല്ലാം നമ്മൾ പല ആവർത്തി കേട്ടിട്ടുള്ള അതിന്റെ പ്രാധാന്യം നമുക്ക് അറിയാമല്ലോ. അതും അന്യോന്യം സ്നേഹിക്കണം. അത് കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ. അപ്പം നമുക്ക് കർത്താവ് സ്നേഹിച്ചതുപോലെ ആകുമ്പോൾ ആരെ സ്നേഹിക്കാം? ഇനി ഒരാള് തമ്മിൽ സ്നേഹിക്കേണ്ട വ്യക്തി ഒരു ശത്രു ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ സ്നേഹിക്കാൻ പറ്റും. കാരണം അതിന്റെ സ്റ്റാൻഡേർഡ് ഏതാ നിലവാരം ഏതാണ് വെച്ചേക്കുന്നത്? കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ നമ്മൾ സ്നേഹിക്കുക. അതാണ് സ്നേഹത്തിന്റെ മറ്റൊരു പ്രാധാന്യം. ഇനി കർത്താവ് പറഞ്ഞിരിക്കുന്ന യോഹന്നാൻ 4:8 വാക്യവും 16 വാക്യവും ഒരേ വാക്യമാണ്. ദൈവം സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പൊ നമുക്കറിയാം, നാം ആരാധിക്കുന്ന ദൈവം ത്രിയേക ദൈവം അല്ലെ? ആ ത്രിയേക ദൈവം എന്ന് പറയുമ്പോൾ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യം എന്താണ്? പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട് അല്ലെ? അപ്പോ നമ്മള് 17-ാം അധ്യായത്തിൽ വായിക്കുമ്പോ അതിന്റെ 24-ാം വാക്യം നമ്മൾ 17-ന്റെ 24-ാം വാക്യം ഇങ്ങനെ വായിക്കുമ്പോ, പിതാവേ നീ ലോകസ്ഥാപനത്തിന് മുൻപ് എന്നെ സ്നേഹിച്ചിരിക്കൊണ്ട്, അതിനുശേഷം 26-ാം വാക്യം, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എന്റെ സ്നേഹത്തിൽ വസിക്കും. ഇത് യോഹന്നാൻ 15-ാം അധ്യായം 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. എന്റെ കൽപ്പനകൾ ലഭിച്ചു പ്രമാണിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവനാകുന്നു. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവ് സ്നേഹിക്കുന്നു. ഞാനും അവനെ സ്നേഹിച്ച് അവനെ എന്നെ തന്നെ വെളിപ്പെടുത്തും. യോഹന്നാൻ 14-ാം അധ്യായം 21-ാം വാക്യമാണ്. അപ്പോ ഇവിടെ കർത്താവിന്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ് 17-ാം അധ്യായത്തിൽ അല്ലേ? അപ്പൊ എന്നാ പറയുക? പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. പിന്നെ ഈ സ്നേഹം നമ്മളിൽ പകർന്നിരിക്കുന്നത് ആരാണ്? പരിശുദ്ധാത്മാവും ദൈവമാണ് നമ്മുടെ ഉള്ളിലേക്ക് ഈ ദൈവസ്നേഹത്തെ പകർന്ന് തന്നതല്ലേ? പരിശുദ്ധാത്മാവും ദൈവമാണ്. അപ്പൊ ഈ പിതാ പുത്ര പരിശുദ്ധാത്മ സ്നേഹം അത് എന്നുണ്ട്? അത് നിത്യത മുതൽ നിത്യത വരെ ഉണ്ട് അല്ലെ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവരുടെ ആ സ്നേഹവും അവരുടെ പ്രവൃത്തികളും അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒന്നും വേർപെടുത്താൻ പറ്റില്ല. അവരുടെ ഇടയിൽ ഒരു സോഷ്യൽ ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു പുതിയ കാര്യമല്ല. നിങ്ങൾ അന്യോന്യം സ്നേഹിക്കണമെന്ന് പറഞ്ഞാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തമ്മിലുള്ള സ്നേഹം പോലെ, അതിന് ഇൻട്രാൻസിറ്റേറിയൻ ലവ് എന്നാണ് പറയുക അതിനെ. അതായത് അതിനെ കുറിച്ച്, അതായത് ആ ഒരു സ്നേഹം, ആ ഒരു മാതൃക തന്നെ നമ്മളും എന്ത് ചെയ്യണം? അതാണ് ദൈവം സ്നേഹം തന്നെ എന്ന് പറയുന്നത്. എന്താണ്? ദൈവത്തെ എങ്ങനെ എടുത്താലും അതിൽ നിന്നൊരു പോർഷൻ എടുത്താൽ അത് സ്നേഹം മാത്രമാണ്. അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നാ പറഞ്ഞേ? നിങ്ങൾ എന്റെ കൽപ്പനകളെ പ്രമാണിച്ച് എന്നെ സ്നേഹിച്ചാൽ ഞാനും, പുത്രൻ തമ്പുരാൻ പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്നെ തന്നെ ഞാനും വെളിപ്പെടുത്തി തരും. അതാണ് അതാണ് സ്നേഹത്തിൽ. അപ്പൊ ഈ സ്നേഹത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് ഈ വാക്യങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിനേക്കാൾ ഉപരി കുറച്ചുകൂടെ പ്രായോഗികമായിട്ട് 1 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായം, ആ വാക്യങ്ങളൊക്കെ നമുക്ക് മനഃപ്പാഠമാണെങ്കിലും നമുക്ക് ആ വാക്യങ്ങളും കൂടെ ഒന്ന് വായിക്കാം. 12:31 മുതൽ നമുക്ക് വായിക്കാം. 1 കൊരിന്ത്യർ 12:31 തൊട്ട് 13:3 വരെയുള്ള വാക്യങ്ങളാണ്. ശ്രേഷ്ഠവരങ്ങളെ വാഞ്ചിപ്പിൻ, ഇനി അതിശ്രേഷ്ഠമായ ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. എനിക്ക് പ്രവചനമുറം ഉണ്ടായിട്ട് സകല മർമ്മങ്ങളും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം ഉണ്ടായാലും സ്നേഹമില്ല എങ്കിൽ ഞാൻ ഏതുമില്ല. എനിക്കുള്ളതെല്ലാം അന്നദാനം ചെയ്താലും എന്റെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും സ്നേഹമില്ല എങ്കിൽ എനിക്ക് ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ നമുക്ക് സ്നേഹമില്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കുമോ? നമുക്ക് നമ്മളെ എടുത്തു നോക്കുമ്പോൾ നന്നായി പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയിരിക്കാം ചിലപ്പോൾ, നമ്മള് ഒരുപാട് സൽപ്രവൃത്തികളെ ചെയ്യുന്ന വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നല്ല തിയോളജി, ഇപ്പൊ നമ്മുടെ ഇടയിൽ നമുക്ക് BTS ഒക്കെ ഉള്ളതുകൊണ്ട് സഹോദരിമാരും BTS ഒരു ബാച്ച് പാസ്സായവർ ഇപ്പൊ പഠിക്കുന്നവര്, നമ്മളെ നമ്മുടെ സഭകളില് നമുക്ക് ഒരുപാട് വചനം പഠിക്കാം. അപ്പൊ നമ്മൾ വചനങ്ങളെല്ലാം പഠിച്ച് എല്ലാ മർമ്മങ്ങളും എല്ലാ കാര്യങ്ങളും അറിയാമെങ്കിലും എല്ലാം കഴിഞ്ഞിട്ട് അതിനകത്തൊരു ക്ലോസ് വെച്ചിട്ടുണ്ട് അല്ലേ? ഇതെല്ലാം ഉണ്ടെങ്കിലും സ്നേഹമില്ലെങ്കിൽ എന്താണ്? ഒരു പ്രയോജനവും ഇല്ല. അത് വെറുതെ ഇപ്പം ഒരു നമ്മള് ഗിഞ്ചറയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംഗീതോപകരണം കൊട്ടുമ്പോ അതിൽ നിന്ന് ശബ്ദം വരുന്നു അല്ലേ?
അപ്പൊ ആ ശബ്ദത്തിന്റെ പിന്നില് നമുക്കതൊരു വസ്തുവാണ് അല്ലെ. ആ വസ്തു പുറപ്പെടുവിക്കുന്ന ശബ്ദം പോലെ മാത്രമേ നമ്മുടെ പ്രവൃത്തികളെയും ദൈവം കണക്കാക്കുന്നുള്ളൂ. അതാണ്. അപ്പം നമ്മളെ ഈ ചിന്തിച്ച വാക്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. സ്നേഹത്തിന് വല്ല പ്രാധാന്യം ഉണ്ടോ? നമ്മൾ ഈ വാക്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുള്ള, അതിനൊന്നും ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമില്ലാത്ത വാക്യങ്ങളാണ്. നമുക്ക് കുറച്ചുകൂടി പ്രായോഗികമായ കാര്യങ്ങൾ കൂടുതൽ പറയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഭാഗത്തു നിന്ന് വേഗത്തിൽ പോകുന്നത്. നമുക്കതുകൊണ്ട് ഇനിയിപ്പം നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ, എനിക്കറിയില്ല ഓരോരുത്തരുടെയും ജീവിതത്തില് സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾ പലരായിരിക്കും അല്ലെ. ആരെങ്കിലും ആയിക്കോട്ടെ, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണ്ട, അല്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം അല്ലെ. സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി, അത് എക്സോർവ് ആരും ആവട്ടെ, ഇപ്പൊ നമ്മുടെ ഭർത്താവാണെന്ന് വിചാരിച്ചോ. നമ്മുടെ ഭർത്താവിനെ നമുക്ക് സ്നേഹിക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അദ്ദേഹത്തിന്റെ സ്വഭാവം കൊണ്ടാവാം, അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടാവാം, എന്തു ആവട്ടെ, എങ്ങനെയായാലും അദ്ദേഹത്തെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല. നമുക്ക് നോക്കാം അദ്ദേഹത്തെ നമുക്ക് എങ്ങനെ കാണണം അല്ലെ. നമ്മൾ ഓർക്കണം, ഇനി വേറൊരാളെ സംബന്ധിച്ച് സഹോദരങ്ങളായിരിക്കാം, ചിലർക്ക് അമ്മായിയമ്മയായിരിക്കാം, ചിലർക്ക് മരുമോളായിരിക്കാം, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ അയൽവാസികളായിട്ടുള്ളതായിരിക്കാം. നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ പിണക്കം വരാം, അല്ലെ അവരെ സ്നേഹിക്കാൻ കഴിയാതെ വരുന്നെന്ന് വിചാരിക്കുക. നമുക്ക് ഒന്നാമത് നമ്മൾ ചിന്തിക്കണം, ഈ മനുഷ്യരെ കുറിച്ച് നമുക്കുണ്ട്. അതിപ്പം സ്നേഹിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തി ആയിക്കോട്ടെ, അപ്പൊ നമ്മൾ ഒന്നാമത് നമ്മുടെ മനസ്സിൽ അവരെ കുറിച്ച് നമുക്കുണ്ടായിരിക്കേണ്ട ബോധ്യം എന്താണ്? എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ സ്വരൂപത്തിന് സൃഷ്ടിക്കപ്പെട്ടവരാണ് അല്ലെ. എല്ലാ മനുഷ്യരും എങ്ങനെയാണ്? ഉൽപ്പത്തി പുസ്തകം 1:27 എങ്ങനെയാ വായിക്കുന്നത്? നമ്മള് ഇങ്ങനെ ദൈവം തന്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു, ദൈവത്തിന്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ചു. അപ്പം നമ്മൾ ഈ ലോകത്തിലെ ഏതൊരു മനുഷ്യൻ, നമ്മളിപ്പം മനുഷ്യരെ കുറിച്ച് ഇപ്പം നമുക്ക് ഒരുപാട് മനുഷ്യരെ നമ്മൾ ഈ ജീവിതയാത്രയിൽ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലെ. ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ആരിൽ നിന്ന്, അല്ലെങ്കിൽ ആരാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്? ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലും. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ആരെയെങ്കിലും സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചിന്ത വേണം? ഈ വ്യക്തി ആരാണ്? ദൈവത്തിന്റെ ഛായയിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് പറഞ്ഞാൽ എന്നെ പോലെ തന്നെ. ഇപ്പൊ നമ്മളെ കുറിച്ച് നമുക്കൊരു കാഴ്ചപ്പാടില്ലേ? നമ്മൾ വ്യത്യസ്ത മാതാപിതാക്കൾക്ക് കാലാകാലങ്ങളിൽ ജനിച്ച ആളുകളാണ് ഞാനും നിങ്ങൾ ഓരോരുത്തരും അല്ലെ. പക്ഷെ നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കേണ്ട ബോധ്യം എന്താണ്? ഒരു കുഞ്ഞിനെ നമ്മളെ ഒരു കുഞ്ഞായിട്ട് നമ്മുടെ മാതാവിന്റെ ഉദരത്തിൽ കൊടുത്തത് ആരാണ്? ദൈവമാണ്. അപ്പം നമ്മൾ ആരാണ്? ദൈവത്തിന്റെ സ്വരൂപവാഹകരാണ് ഓരോ മനുഷ്യരും. അത് നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മളെ എപ്പോഴും ഭരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോ നമുക്ക് ചിന്തിച്ചു നോക്കി, അങ്ങനെയുള്ള ഒരു വ്യക്തി, എന്റെ ഛായയിലും എന്റെ സ്വരൂപത്തിലും എന്നെ പോലെ ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഒരു വ്യക്തിയെ എനിക്ക് സ്നേഹിക്കാതിരിക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ടോ? അത് അദ്ദേഹം എന്റെ ഭർത്താവ് ആയിക്കോട്ടെ, ചിലപ്പോൾ അദ്ദേഹം ഞാൻ വിചാരിക്കുന്ന നിലവാരമുള്ള ആളായിരിക്കില്ല, അല്ലെ എന്റെ മരുമോളായിരിക്കാം, അല്ലെ എന്റെ അമ്മായിമ്മ ആയിരിക്കാം, അല്ലെ ചിലപ്പോ ചിലർക്ക് ഇപ്പൊ അപ്പനോടും അമ്മയോടും അല്ലെ വാത്സല്യമില്ലാതെ ഇണങ്ങാത്തവരുമായ അങ്ങനെ ഒരു കാലഘട്ടത്തില അല്ലെ. അപ്പൊ ചിലപ്പം ചിലർക്ക് ആരും ഇഷ്ടമല്ല, സ്വന്തം മാതാപിതാക്കളെ പോലും ഇഷ്ടമല്ല. നിങ്ങളോട് തന്നെ നിങ്ങൾക്ക് ഇനി ഒരു ഇഷ്ടമില്ല. ചിലപ്പോ തോന്നൂലേ, ഈ എന്നോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു. ചിലരൊക്കെ ചില സമയത്ത് പറയുന്ന ഒരു പ്രസ്താവനയാണ് അല്ലെ, നമ്മളോട് തന്നെ ചിലപ്പോൾ നമുക്ക് എന്ത് തോന്നാം? നമ്മൾ ഓർക്കണം, നമ്മുടെ ദൈവത്തിന്റെ സൃഷ്ടിയാണ് അല്ലെ. ഇപ്പൊ നമ്മുടെ ഭർത്താവ് രക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിലുള്ളവർ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവരാരാണ്? ദൈവത്തിന്റെ പ്ലാനിലും പദ്ധതിയിലും പെട്ട ആളുകളാണ്. അപ്പൊ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അതുപോലെ തന്നെ അതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, അവരും ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടു. ഈ ലോകത്തില് ദൈവത്തിന് സ്നേഹമുണ്ടോ? ഈ ലോകത്തെ നമ്മള് യോഹന്നാന്റെ സുവിശേഷം 3:16 തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും അതിന് വരും. നമുക്കറിയാം, നമ്മൾ തിയോളജി എല്ലാം പഠിക്കുമ്പോൾ ദൈവം മുൻകണ്ടിട്ടുള്ള എലക്ട് ചെയ്ത ആളുകളെയൊക്കെയാണ്. പക്ഷെ എന്ന് വിചാരിച്ച് നമുക്ക് അങ്ങനെ പോയി സെലക്ട് ചെയ്ത് സുവിശേഷം പറയാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ? സകല ജാതികളോടും എന്ത് ചെയ്യണം?
ദൈവത്തിന് എല്ലാവരോടും ഒരേ സ്നേഹമാണ്. അപ്പം നമ്മൾ ഓർക്കണം, എനിക്ക് സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു വ്യക്തി എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തി ആരാൽ സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ ദൈവം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റുമെന്നാണ് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതൊക്കെ എത്ര ഈസി ആയിട്ട് ഞാൻ അതല്ലേ ഇത്രയും നാളും അങ്ങനെ നമുക്ക് ആവാൻ പാടില്ല കേട്ടോ. ഞാനത് വളരെ തമാശയായിട്ട് അങ്ങനെ പറഞ്ഞുവെങ്കിലും അങ്ങനെ ഒരു അവകാശം ദൈവം നമുക്ക് തന്നിട്ടില്ല. അപ്പൊ നമ്മള് റോമാലേഖനം 5:8 എങ്ങനെയാ വായിക്കുന്നത്? ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോ, ആ 5-ാം അധ്യായം താഴേക്ക് വായിക്കും, നമ്മൾ ബലഹീനരായിരിക്കുമ്പോ, അശക്തരായിരിക്കുമ്പോ, നമുക്ക് ഒരു ഗുണവുമില്ലാതിരിക്കാൻ നമുക്ക് വേണ്ടി നമ്മളെ സ്നേഹിച്ച കർത്താവായ യേശു ക്രിസ്തു എന്ത് ചെയ്തു? പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചു. അപ്പം നമ്മൾ ഇനി ആ വ്യക്തിയെ സ്നേഹിക്കാതിരിക്കാനോ അല്ലെങ്കിൽ ആ വ്യക്തിയോട് എന്തെങ്കിലും ഒരു കയ്പായിട്ടിരിക്കാനോ ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, നമുക്ക് അടുത്ത ഇതിലേക്ക് വരാം. ഈ പോയിന്റ്സ് ഞാൻ ഇച്ചിരി വേഗത്തിൽ പറഞ്ഞു വരിക. കർത്താവ് വെച്ചിട്ടുള്ള ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് വെച്ചിട്ടുള്ള ഒരു നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ആദ്യം വായിച്ച വാക്യങ്ങൾ, ശത്രുക്കളെ സ്നേഹിക്കണം, ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കണം, ശപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഈ നിലവാരമാണ് വെച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ആരെയും സ്നേഹിക്കാതിരിക്കാനുള്ള അവകാശമില്ല. അടുത്തത് നമുക്ക് ചിന്തിച്ചാൽ നമുക്കറിയാം, കർത്താവ് തന്റെ പരസ്യ ജീവിതകാലത്ത് നമുക്ക് പോയിന്റ് ഇങ്ങനെ എഴുതാം, കർത്താവ് ഇങ്ങനെയുള്ള സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തികൾക്കും വേണ്ടിയിട്ടാണ് കർത്താവ് മരിച്ചത് അല്ലെ. കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന ആളുകൾ എങ്ങനെയുള്ള മനുഷ്യരായിരുന്നു? കർത്താവിന്റെ പരസ്യ ജീവിതകാലത്ത് കർത്താവിനെ കുറിച്ച് പരീശന്മാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും മൂപ്പന്മാരും ഒക്കെ പറഞ്ഞ പരാതി എന്നാ? അവൻ ഈ പാപികളോടും ചുങ്കക്കാരോടും കൂടെ അവരുടെ വീട്ടിൽ പോകുന്നു, അവരെ സ്വീകരിക്കുന്നു, അവരെ സൗഖ്യമാക്കുന്നു, അവരുടെ കൂടെ നടക്കുന്നു എന്നായിരുന്നു അല്ലെ. അപ്പം കർത്താവ് ഭൂമിയിലേക്ക് വന്നതെന്നാ? കർത്താവ് തന്നെ പറഞ്ഞ വാക്യം എന്താണ്? ആർക്കാണ് ദൈവത്തെ കൊണ്ട് ആവശ്യം? നീതിമാന്മാർക്കല്ല അല്ലെ, പാപികൾക്ക് അത്രേ. കർത്താവ് പാപികളെ തേടി, കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത് പാപികളായ നാം ഓരോരുത്തരെയും രക്ഷിക്കാനാണ്. അപ്പൊ പാപികൾ നമ്മളെല്ലാവരും, നമുക്കറിയാം റോമാലേഖനം 3:23 നമുക്ക് എപ്പോഴും മനപ്പാടം അറിയാവുന്ന വാക്യമാണ്. നമ്മൾ സുവിശേഷം പറയുമ്പോൾ ധാരാളം ഉപയോഗിക്കുന്നതാണ്. ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത്. അപ്പം അതിൽ നമ്മളും എങ്ങനെയാണ്? നമ്മളും പാപികളാണ്. നമുക്കിപ്പോ സ്നേഹിക്കാൻ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്ന വ്യക്തി ആരാണ്? അവരും ആര് തന്നെയാണ്? അവരും അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഉള്ളിൽ മനസ്സിലാക്കണം, നമുക്ക് ഒരു എക്സ്ക്യൂസും പറഞ്ഞ് നമുക്ക് ആരെയും സ്നേഹിക്കാതിരിക്കാനായിട്ട് അങ്ങനെ നമ്മൾ കണക്കാക്കണം. കർത്താവ് സ്നേഹിച്ച ഒരു വ്യക്തി, കർത്താവ് ക്രൂശിൽ മരിച്ച ഒരു വ്യക്തി, എനിക്ക് വേണ്ടി കർത്താവ് മരിച്ചതുപോലെ ഈ വ്യക്തിക്കും വേണ്ടി എന്ത് ചെയ്തു? കർത്താവ് ക്രൂശില് മരിച്ചു. അപ്പൊ ആ വ്യക്തിയെ നമുക്ക് സ്നേഹിക്കാതിരിക്കാനായിട്ട് സാധിക്കില്ല. മാത്രമല്ല, നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ നമുക്ക് അടുത്ത പോയിന്റ് ആയിട്ട് പറയാം. നമുക്ക് ഈ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളെന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന, നമ്മൾ വേർതിരിച്ച് നിർത്തുന്ന ആളുകളെ സംബന്ധിച്ചും അവര് പലപ്പോഴും പല ഭാരങ്ങളുള്ള മനുഷ്യരായിരിക്കും. ഈ ബുദ്ധിമുട്ടുള്ള ആളുകളെന്ന് കണക്കാക്കുന്ന ആളുകൾ, അവർക്ക് എന്തെങ്കിലും ഒരു ട്രോമ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാരം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള വ്യക്തികളാണ്. നമ്മൾ അവരെ ആ നിലയിലൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അവരെ സ്നേഹിപ്പാനായിട്ട് കഴിയും. നമ്മൾ ചിന്തിക്കണം, ഞാൻ ഈ സ്നേഹിക്കാനായിട്ട് ഞാൻ മാറ്റി നിർത്തുന്ന അല്ലെങ്കിൽ എനിക്ക് ഹൃദയംഗമമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയാത്ത ഈ വ്യക്തി ആരാണ്? അവർക്കും എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള, ഭാരങ്ങളുള്ള ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ചിന്തിച്ചാൽ അവരെ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് കുറച്ചുകൂടെ കഴിയും. അപ്പൊ നമ്മൾ ചിന്തിക്കണം, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതം ഓർത്താൽ മതി. അതിന് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മളെങ്ങനെയായിരുന്നു? നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല അല്ലെ. രക്ഷിക്കപ്പെട്ടില്ലേ നമ്മളിങ്ങനെ ഒന്നും ഇരിക്കേണ്ട ആളുകളേ അല്ല അല്ലെ. നമ്മൾ ആ ആഴിയുടെ ആഴങ്ങളിൽ, ആ പാപച്ചേറ്റിൽ ആരാലും ശ്രദ്ധിക്കപ്പെടാതെ യാതൊരു പ്രത്യാശയില്ലാതെ നിരാശരായി കഴിഞ്ഞ സമയത്ത് നമ്മളെ കർത്താവ് എന്ത് ചെയ്തു? വീണ്ടെടുത്തപ്പം നമ്മുടെ ഹൃദയത്തിലെ ഭാരങ്ങളൊക്കെ നീക്കി നമ്മളെ ശുദ്ധിയുള്ളവരാക്കി. ഒരുപക്ഷെ നമുക്ക് സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ള വ്യക്തി രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിയായിരിക്കും, രക്ഷിക്കപ്പെട്ടിട്ട് നമുക്ക് ഭാരങ്ങളില്ലേ, അങ്ങനെയുള്ള ഒരു വ്യക്തി ആയിരിക്കാം അല്ലെ. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഞാൻ ഈ മാറ്റി നിർത്തുന്ന, ഞാൻ ഈ ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടുന്ന ഈ വ്യക്തി ഒരു പക്ഷേ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്ന
ഒരു വ്യക്തി ആയിരിക്കാം എന്ന് നമ്മുടെ ഉള്ളില് നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ നമുക്ക് അവരെ അങ്ങനെ മാറ്റി നിർത്താൻ പറ്റില്ല. മത്തായി സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം ഇങ്ങനെയാണ് വായിക്കുന്നത്: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരുപക്ഷെ ഭാരം ചുമന്ന് നടക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. നമ്മളെ ഈ സ്നേഹമില്ല പിന്നെ എന്തില്ല? നമ്മള് സ്നേഹിക്കാം, അവരെ മൈൻഡ് ചെയ്യില്ലല്ലോ നമ്മളല്ലേ? അവരെ കുറിച്ച് നമുക്ക് അങ്ങനെയുള്ള ചിന്തയൊന്നും ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ നമ്മൾ പണ്ടേ നമ്മൾ സ്നേഹിക്കില്ലേ അവരെ? നമ്മൾ അങ്ങനെ പലപ്പോഴും അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. അതാണ് നമ്മുടെ പ്രശ്നം. അതുപോലെ അഞ്ചാമതായിട്ട് നമുക്ക് പറയാം, എപ്പോഴും ഈ വെല്ലുവിളികളെ അല്ലെങ്കിൽ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് പ്രോത്സാഹനം വളരെ കുറവ്, അല്ലെങ്കിൽ പ്രോത്സാഹനം വളരെ ആവശ്യമുള്ള ആളുകളായിരിക്കും. നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ ഞാൻ പറയുന്ന എല്ലാവർക്കും സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളൊന്നുമില്ല എന്നെ കേൾക്കുന്ന ഇവിടെ ഇരിക്കുന്നതില്. നിങ്ങൾ ഇങ്ങനെയുള്ള ചിലരെയൊക്കെ ചിലപ്പോൾ പരിചയപ്പെട്ടിട്ട് കാണും അല്ലേ? നിങ്ങൾ കൊടുത്ത ഒരു പ്രോത്സാഹനം ആ മനുഷ്യനെ ഒരുപക്ഷെ ആരാക്കി കാണും? നല്ലൊരു വ്യക്തിയാക്കി കാണും അല്ലേ? അപ്പൊ നമ്മൾ ഓർത്തോളണം, നമ്മൾ ഈ സ്നേഹിക്കാനായിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന ഈ വ്യക്തി ഒരുപക്ഷെ ആരെങ്കിലും എന്നെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിൽ, എന്നോടൊരു നല്ല വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, എനിക്കൊരു കൂട്ടുകാരിയായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലോ, നിങ്ങളുടെയൊക്കെ മനസ്സിൽ ചിലപ്പോൾ നല്ല നല്ല കാര്യങ്ങൾ അങ്ങനെ വരുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. നമ്മൾ ഈ മാറ്റി നിർത്തുന്ന വ്യക്തി, അദ്ദേഹം ഒരുപക്ഷെ ഒരു പ്രോത്സാഹനമൊന്നുമില്ല, എല്ലാരും ഇങ്ങനെ തള്ളപ്പെട്ട ഒരു വ്യക്തി എന്ന് പറയും അല്ലേ? ആരും മൈൻഡ് ചെയ്യാത്ത ചിലപ്പോ നമുക്കറിയാം, ചില വീട്ടിൽ ചിലപ്പോ അപ്പനും അമ്മയും മക്കളും എല്ലാം ഒരു പക്ഷത്തായിട്ട് തള്ളി വെച്ചിരിക്കുന്ന ഒരു പിതാവ് ഉണ്ടാവാം. ചിലപ്പോ അമ്മേനെ ആയിരിക്കാം അങ്ങനെ മാറ്റി വെക്കുന്നത്. ചിലപ്പോ പ്രായമായ ഒരാളെ, ഇപ്പൊ ചില നമ്മുടെ മക്കളൊക്കെ എല്ലാവരും അവർക്ക് ചില പ്രശ്നങ്ങളുള്ളവരായിരിക്കും അല്ലെ? എല്ലാവരും ഒരുപോലെ പഠിക്കുന്നവരായിരിക്കില്ല, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരുപോലെ കഴിവുള്ളവരായിരിക്കില്ല. അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ ഒരാൾ നല്ല ഇതായിട്ട് പോകുന്നെങ്കിൽ മറ്റൊരാളെ നമ്മളെ ചിലപ്പോൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുന്നത് കൊണ്ടായിരിക്കാം ഒരുപക്ഷെ അവരങ്ങനെയായി പോയതല്ലേ? പലപ്പോഴും ഇങ്ങനെ പെരുമാറുന്നു എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ഒരു പെരുമാറ്റ വൈകല്യത്തിന് പിന്നിൽ ഇങ്ങനെ ഒരു കാരണമുണ്ടോ എന്ന് നമ്മളൊന്ന് നോക്കുന്നത് നല്ല ഒരു കാര്യമായിരിക്കും. അപ്പൊ പിന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും ആറാമതായിട്ട്, ഞാൻ 6 കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആറെണ്ണമായിട്ട് പോയിന്റ് കിട്ടിയോന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞ, നമ്മളെല്ലാവരും ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട, അല്ലെങ്കിൽ ഈ ഡിഫിക്കൽട്ട് പേഴ്സൺ എന്ന് പറയുന്ന ആ വ്യക്തി ആരാണ്? ദൈവത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട വ്യക്തികളാണ്. ഈ ബുദ്ധിമുട്ടുള്ള വ്യക്തി എന്ന് വിചാരിക്കുന്നയാള് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ ആ വ്യക്തിക്കും വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനെ ഈ ബുദ്ധിമുട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന വ്യക്തിക്കും കൂടെ വേണ്ടിയിട്ടാണ് കർത്താവ് ക്രൂശില് മരിച്ചത്. അതുപോലെ തന്നെ ഒരുപക്ഷെ നമ്മള് എന്തെങ്കിലും ഒരു ഭാരത്താല്, ജീവിതത്തിന്റെ പ്രശ്നങ്ങളാൽ വലയുന്ന ഒരു വ്യക്തിയായിരിക്കാം അദ്ദേഹം എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അഞ്ചാമതായിട്ട് പറഞ്ഞത്, അദ്ദേഹം പ്രോത്സാഹനം ആവശ്യമുള്ള, അല്ലെങ്കിൽ പ്രോത്സാഹനം പ്രതീക്ഷിക്കുന്ന ഒരു വ്യക്തിയാവാം. ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് എന്താണെന്നറിയാവോ? നമ്മളെല്ലാം ഈ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. എന്നെ സ്നേഹിക്കണമെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, എന്നെ സ്നേഹിക്കാൻ വേറൊരാൾക്ക് ബുദ്ധിമുട്ട് കാണാം അല്ലേ? നമ്മളോട് കർത്താവ് അതല്ലേ പറഞ്ഞ, നീ ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോ നിന്റെ പ്രശ്നമല്ലല്ലോ. അപ്പൊ ഞാൻ ബലിയർപ്പിക്കാനായിട്ട് വരുമ്പോ ഞാൻ ചിന്തിക്കണം, എന്നോട് ആർക്കെങ്കിലും പ്രശ്നമുണ്ടോ? അപ്പൊ നമ്മൾ ചിന്തിക്കണം, നമ്മൾ പലരെയും ഇങ്ങനെ സ്നേഹിക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടിയിരിക്കുവാണ്. ദൈവമേ, എനിക്ക് എന്തെല്ലാം കുറവുകളുണ്ട്, എന്നെ എല്ലാവർക്കും സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? വി ആർ ഓൾസോ ഡിഫിക്കൽട്ട് പേഴ്സൺസ് ഓർ പീപ്പിൾ. നമ്മൾ ചിന്തിക്കണം, ഞാനും ആരാണ് മറ്റുള്ളവർക്ക് സ്നേഹിക്കാൻ? ഇപ്പൊ എന്റെ സ്വഭാവം ഒരിക്കലും പെർഫെക്റ്റ് അല്ല, കുറെ നന്മകളൊക്കെ ഉണ്ടാവാം. പക്ഷെ വേറൊരാളുടെ എന്റെ വ്യൂ പോയിന്റിലല്ലേ എനിക്ക് ഒരുപാട് നന്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. മറ്റൊരാളുടെ വ്യൂ പോയിന്റിൽ നോക്കി നമ്മൾ മറ്റൊരാളെ കാണുന്നത് പോലെ മറ്റൊരാൾ നമ്മളെ കാണുവാണെങ്കിലും ഓർത്ത് വയ്ക്കേ, നമ്മളും എങ്ങനെയുള്ള ആളുകളാണ് സ്നേഹിക്കാൻ. ചിലപ്പോൾ നമ്മുടെ ഭർത്താവ് നല്ല ആളായതുകൊണ്ടായിരിക്കാം വലിയ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോകുന്നത്. അവര് നമ്മളെ നല്ലോണം ഇഷ്ടപ്പെട്ട് സ്നേഹിച്ചു പോകുന്നത് കൊണ്ടായിരിക്കാം. അങ്ങനെ നമ്മളും ആരാണ്? സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ തന്നെയാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം. ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് വരാം. നമ്മുടെ കാര്യം അതാണല്ലോ, എങ്ങനെ ഈ ബുദ്ധിമുട്ടുള്ള ആളുകളെ എങ്ങനെ സ്നേഹിക്കാം.
അല്ലേ? നമുക്ക് ഈ ബുദ്ധിമുട്ടുള്ള ആളുകളെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ട്, അത് പറയുമ്പോൾ തന്നെ അത് ബുദ്ധിമുട്ടാ അല്ലേ? നമുക്ക് ഒന്നാമത് എന്ത് വേണം? ഇങ്ങനെ നമുക്കറിയാം, നമ്മുടെ ഈ പറഞ്ഞ ആളുകളിൽ നിന്നെല്ലാം മനസ്സിലായി നമുക്ക് ബുദ്ധിമുട്ടുള്ള ആളുകളെ അല്ലേ? നമുക്ക് അവരെ സ്നേഹിക്കണമെങ്കിൽ നമുക്ക് ഒന്നാമതായിട്ട് നമുക്ക് എങ്ങനെയാ അവരെ സ്നേഹിക്കാൻ കഴിയുള്ളൂ? ഒരു ആത്മീകമായ ഒരു, അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ഒരു വെളിച്ചത്തിലും ആത്മീയമായ കാഴ്ചപ്പാടിലും നമ്മൾ ആ വ്യക്തിയെ കണ്ടാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ബുദ്ധിമുട്ടുണ്ടല്ലോ സ്നേഹിക്കാൻ, സ്വാഭാവികമായിട്ട് കഴിയില്ല. അപ്പൊ നമുക്ക് ആദ്യം വരേണ്ട കാര്യം എന്താണ്? നമുക്ക് ദൈവവചനത്തിന്റെ ഒരു സഹായം നമ്മുടെ ജീവിതത്തില് ആവശ്യമാണ്. നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 27 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ പായിക്കുന്നവർക്ക് ഗുണം ചെയ്യുവിൻ, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദൂഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. ഇനി നമുക്ക് മത്തായി സുവിശേഷം 5-ന്റെ 38 മുതൽ 41 വരെയുള്ള വാക്യങ്ങളുടെ ആദ്യ ഭാഗവും കൂടെ വായിക്കാം. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല് എന്ന് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത്. നമ്മൾ ആ മേളിൽ പറഞ്ഞ വാക്യങ്ങളാണ്. ബൈബിള് വെച്ചിരിക്കുന്ന നിലവാരം എങ്ങനെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞ വാക്യങ്ങളിലേക്ക് വരാം. ബൈബിളിന്റെ ആകത്തുക എന്താണ്? കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക അല്ലെ? അപ്പൊ ബൈബിളിന്റെ നിലവാരം അതാണ്. ഇവിടെ നമ്മളോട് പറയുന്നതാണ്, നിങ്ങള് ശത്രുക്കളെ സ്നേഹിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ നമുക്ക് എന്തെങ്കിലും എക്സ്ക്യൂസ് പറയാനുണ്ടോ? നമ്മളോട് കർത്താവ് പറഞ്ഞ കാര്യം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കണം. ശത്രുക്കളെ സ്നേഹിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ ആരാ? വാസ്തവത്തിൽ ആരാ ശത്രുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? ശത്രുക്കൾ എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ശത്രുക്കൾ കാണില്ല പെട്ടെന്ന് നോക്കിയാ അല്ലേ? പക്ഷേ നമ്മൾ ഒരാളെ സ്നേഹിക്കാതെ ഇരിക്കുമ്പോൾ നമ്മൾ അവരെ ആരായിട്ടാ വാസ്തവത്തിൽ കാണുന്നത്? അപ്പൊ ഞാൻ പറയാം, ആദ്യ സ്നേഹത്തിൽ നമുക്ക് അങ്ങനെ ആരും ശത്രുക്കളില്ലായിരുന്നു അല്ലെ? ഇപ്പൊ നമ്മള് ചർച്ചിൽ വന്നു കഴിഞ്ഞാല് നമ്മൾ എല്ലാവർക്കും സ്നേഹചുംബനം കൊടുക്കുവോ? നമ്മൾ ചർച്ചിൽ വന്നിട്ട് എത്ര പേരോട് മിണ്ടാതെ നമ്മൾ വീട്ടിൽ പോവും? ഭർത്താവും ഭാര്യയും കൂടെ എത്ര ദിവസം വേണേ മിണ്ടാതിരിക്കും? 2 കട്ടിലെ കിടക്കുന്ന ഭാര്യാഭർത്താക്കന്മാരാണോ നമ്മുടെ ഭർത്താവിനോട് വേർപെട്ടാണോ നമ്മൾ കിടന്നുറങ്ങുന്നത്? നമുക്ക് ശത്രുക്കളുണ്ടോ ഇല്ലയോ എന്ന് എനിക്കിപ്പോ നേരിട്ട് കാണുന്ന ശത്രുക്കൾ ചിലപ്പോ കാണില്ല അല്ലെ? ചിലരെങ്കിലും അങ്ങനെയൊക്കെയാ അല്ലേ? കൂളായിട്ട് നമുക്ക് അതെന്താ നമ്മുടെ പ്രശ്നം എന്നാ? കർത്താവ് പറഞ്ഞത് തന്നെയാ, നമുക്ക് സ്നേഹമൊക്കെ ഉണ്ട്. പിന്നെയല്ലേ ചർച്ചിൽ എന്തെങ്കിലും ഒരു ആവശ്യം, ഈ മിണ്ടില്ലാത്ത ആൾക്ക് വേണ്ടിയിട്ട് ഒരു ആവശ്യം വന്നാലും നമ്മൾ സഹായമൊക്കെ ചെയ്യും അവർക്ക് അല്ലെ? പൈസയൊക്കെ കൊടുത്ത് നമ്മൾ സഹായിക്കും അവരെ. ചർച്ചിൽ പറയാണ് ഇന്ന സഹോദരന് വേണ്ട ഒരു കോൺട്രിബ്യൂഷൻ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അതൊക്കെ നമ്മൾ കൊടുക്കും. അത്യാവശ്യം നമുക്ക് ആ ഒരു ഇമേജ് ഒക്കെ നമ്മൾ കീപ്പപ്പ് ചെയ്യും. നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് ചിന്തിച്ചു നോക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതെല്ലാം വിലയിരുത്തപ്പെടുന്ന ഒരു ദിവസമല്ലേ ഉണ്ടോ? നമ്മൾ നമ്മുടെ വിശ്വാസികളായ നമുക്ക് ശിക്ഷാവിധിയില്ല. 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം ഓരോരുത്തരും ക്രിസ്തുവേശുവിന്റെ ന്യായാസനത്തിന് മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. അപ്പം നമുക്ക് ഇങ്ങനെ ഒന്നോർത്തേക്ക് നമ്മൾ ഒരുപാട് വാക്യങ്ങളൊന്നും, ഈ 1-2 വാക്യങ്ങളൊക്കെ മനസ്സിലേക്ക് വന്നാൽ മതി. പിന്നെ നമ്മൾ ചിന്തിക്കണം എന്താ? ഇപ്പോ നമ്മളൊരു യുദ്ധത്തിന്റെ, ലോകമെല്ലാം ഒരു യുദ്ധത്തിന്റെ മൂഡിലാണ്. മൂടല്ല, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? നമ്മളെല്ലാം ചിന്തിക്കുന്ന കാര്യം എന്താ? കർത്താവ് എപ്പോ വേണേലും വരും. ഇനി ഏറ്റവും നടക്കാനുള്ള ഏറ്റവും പ്രധാന സംഭവം ഏതാണ്? ദൈവമക്കളെ സംബന്ധിച്ച് കർത്താവായ യേശു ക്രിസ്തുവിന്റെ വീണ്ടും വരവല്ലേ? നമ്മൾ ചിലപ്പോൾ ഈ ക്യാമ്പിലായിരിക്കുമ്പോ കർത്താവ് വരാം അല്ലേ? പിന്നെ നമുക്ക് ഉറപ്പില്ലാത്തൊരു കാര്യം എന്തുണ്ട്? മരണം. ഉറപ്പുണ്ടോ? ഒന്നുമില്ല അല്ലെ? ഒന്നും ഉറപ്പില്ല. അപ്പൊ നമ്മള് ഇങ്ങനെ നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെയൊക്കെ ഒരു ആത്മീയ കാഴ്ചപ്പാടിനെ നമ്മൾ കൊണ്ടുവരണം. അപ്പൊ ഞാൻ ആരോടെങ്കിലും പിണങ്ങിയിരിക്കാൻ എനിക്ക് റൈറ്റ് ഉണ്ടോ? അല്ലെ സ്നേഹിക്കാതിരിക്കാനായിട്ട് എനിക്ക് പാടുണ്ടോ? എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ട് യാതൊരു റൈറ്റും ഇല്ല. അപ്പൊ നമുക്ക് അങ്ങനെ
അങ്ങനെയൊക്കെ ജീവിക്കാമെന്ന് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുവാണ് അല്ലെ, നമ്മൾ അങ്ങനെ കാണിക്കുവാണ്. ഇപ്പൊ നമ്മൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർത്തു നോക്കി, എനിക്കറിയില്ല, നമുക്ക് അവരവർക്ക് മാത്രമേ അത് ശോധന ചെയ്യാനായിട്ട് പറ്റുള്ളൂ അല്ലെ, അവരവർക്ക് മാത്രമാണ് അവിടുന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളെ ശോധന ചെയ്ത് തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അറിയാവുന്ന ഒരാളാണ് നമ്മുടെ കർത്താവിന്. നമുക്കറിയാം, നമുക്ക് വാക്യങ്ങൾ, ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് എത്ര പാട്ട് പാടി അല്ലേ, നമ്മൾ വളരെ ഞാനിങ്ങനെ ചില സമയത്തൊക്കെ ഓർക്കും, നമ്മൾ വളരെ നല്ല പാട്ടൊക്കെ പാടും അല്ലേ, ഹൃദയംഗം. അപ്പൊ ഹൃദയംഗമമായിട്ടാണോ അതൊക്കെ നമ്മൾ പാടുന്നത്? ആ പാട്ടുകൾ നമുക്ക് നല്ല നിലയില് കർത്താവിനോടുള്ള ഒരു ആരാധനയായിട്ട് അത് കർത്താവ് സ്വീകരിക്കണേ എന്ത് വേണം? നമ്മുടെ ബന്ധങ്ങളൊക്കെ, അതായത് നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധം, ക്രോസ് അല്ലേ, നമുക്ക് കർത്താവിൽ നിന്നുള്ള സ്നേഹം നമ്മുടെ ഉള്ളിൽ പകർന്നു. ആ സ്നേഹത്താൽ നമുക്ക് സ്നേഹിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആരും പാടില്ല. എവിടെ നമ്മൾ വായിച്ചു തന്നെ കർത്താവ് ഈ കാര്യം പറഞ്ഞപ്പോ നമ്മൾ ഈ വായിച്ച വാക്യത്തിൽ നമ്മൾ വായിച്ചതായിട്ടുള്ള കാര്യം എന്താണ്? എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ. മത്തായി സുവിശേഷം 5:43 തൊട്ട് 46 വരെയുള്ള വാക്യങ്ങളിലും നമുക്ക് അതും കൂടെ ഒന്ന് വായിക്കാം. ഇച്ചിരി ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പറയുന്നുണ്ട്. കൂട്ടുകാരനെ സ്നേഹിക്കുക എന്നും ശത്രുവിനെ പകയ്ക്കുക എന്നും അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തന്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതികെട്ടവരുടെ മേലും മഴ പെയ്യുകയും ചെയ്യുന്നുവല്ലോ. നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ചാൽ നിങ്ങൾക്ക് എന്ത് പ്രതിഫലം? ചുങ്കക്കാരും അങ്ങനെ തന്നെ ചെയ്യുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. ഇപ്പൊ നമ്മൾ ഇത് വായിച്ചപ്പോ നമുക്കറിയാം, നമുക്ക് സ്നേഹമൊക്കെ ഉണ്ട്. നമ്മളെ സ്നേഹിക്കുന്നവരോട് സ്നേഹമില്ല. നമ്മുടെ ഇഷ്ടമുള്ളവരുടെ വീട്ടിലൊക്കെ നമ്മൾ പോവില്ലേ? ഇഷ്ടമുള്ളവർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. പക്ഷേ നമ്മള് യാക്കോബിന്റെ ലേഖനത്തിൽ യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നത് പോലെ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു എന്നാ പറയുന്നത്. ചിലപ്പോ ചിലരോട് മിണ്ടാതിരിക്കണ എന്നാ, അവര് മിണ്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പറയുമോ, ഒരു ഭയമാണ്. വാസ്തവത്തിൽ എന്താ അതിന്റെ ഉള്ളിലുള്ള കാര്യം എന്താണ്? ഇത് നമ്മുടെ ജീവിതത്തിലെ നമുക്ക് പെട്ടെന്ന് ഇപ്പൊ ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾ ഓടിപ്പോയിട്ട് ഒരാളെ സ്നേഹിക്കാമെന്ന് വിചാരിച്ചാലൊന്നും നമുക്ക് നടക്കില്ല. ഇതിന്റെ ഒരു പ്രായോഗിക വശം എന്താണ്? നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മളെ ഇങ്ങനെയൊക്കെ മിണ്ടാതെ ചെയ്യാതെയൊക്കെ ഇരുന്നിട്ട് നമ്മുടെ ഉള്ളിൽ എന്തുണ്ട്? ഒരു ക്ഷമയുള്ള മനുഷ്യരല്ല അല്ലേ? എങ്ങനെയാ ഈ സ്നേഹക്കുറവ് വരുന്നത്? എങ്ങനെയാ? എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴല്ലേ? ഇപ്പൊ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടായെന്ന് വിചാരിക്കുക. അപ്പം ക്ഷമിക്കുന്നവരെ സംബന്ധിച്ച് എന്തില്ല, അവര് ക്ഷമിച്ചു, അവർക്ക് വീണ്ടും സ്നേഹിക്കാം. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ എന്നാ ചെയ്യാനാ പറഞ്ഞത്? കേൾക്കുന്നവരാ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞ് കർത്താവ് നേരിട്ട് പറഞ്ഞ അല്ലേ? ഈ ലോകത്തിലുള്ള മനുഷ്യർ എന്ത് ചെയ്യുന്നുണ്ട്? അവരെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾ ദൈവമക്കളാണെന്നും രക്ഷിക്കപ്പെട്ടവരാണെന്നും കർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരാണെന്നും ഒക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് പറ്റുന്നില്ല? സ്നേഹിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നില്ല. അല്ലെ നിങ്ങൾക്ക് ഞാൻ പറയാം, നമ്മൾ കുറച്ചുകൂടെ ഇതായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് നമുക്ക് ഈ ശത്രുത വരുന്നത് എപ്പോഴാ? കാര്യങ്ങൾ ക്ഷമിക്കാതെ. ഈ ക്ഷമയെ കുറിച്ച് പറയുന്നത് ഇപ്പൊ നമ്മൾ മാത്രമല്ല, മറ്റു മതങ്ങളിൽപ്പെട്ടവരും മറ്റാളുകളും ഒക്കെ. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരു ഇത് കേട്ട സമയത്ത് ഒരു ഉദാഹരണം ഞാൻ നിങ്ങളോട് പറയാം. അതായത് നമ്മൾ ഈ ക്ഷമയെ കുറിച്ച് പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ക്ഷമിക്കാതെ ഇരുന്ന് കഴിയുമ്പോ നമ്മുടെ ഉള്ളിൽ ഈ ക്ഷമ എന്ന് പറഞ്ഞ ഒരു നാച്ചുറൽ മെഡിസിൻ ആണെന്നാ പറയുന്നത്. നമ്മുടെ ഉള്ളില്, നമ്മുടെ തലച്ചോറിനുള്ളില് ഈ ഭയവും കോപവും ഒക്കെ, ബ്രെയിനിനുള്ളിൽ എന്തെല്ലാം ഉണ്ട്? എനിക്ക് സയൻസ് ഒന്നും അത്ര പിടുത്തമില്ല, ഞാൻ സയൻസ് പഠിച്ച ആളല്ല, എങ്കിലും നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഓരോ പ്രതികരണം എങ്ങനെയാണ്. ഞാൻ ഒരു സാധനത്തെ തൊടുമ്പം അതിന് ചൂടുണ്ടെന്ന് അറിയുന്നത് എങ്ങനെയാണ്? ആ തൊട്ടടുത്ത് അവിടെ നിന്നുള്ള ആ ഇൻഫർമേഷൻ എന്റെ ബ്രെയിനിൽ ചെല്ലുമ്പോഴാണ് അല്ലെ? അപ്പൊ നമ്മുടെ ഹൃദയത്തെ കുറിച്ച് പറയുന്നത് ഹൃദയമാണ് ഏറ്റവും കപടവും വിഷമവും ഉള്ളത്. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് ക്ഷമിക്കാത്ത ഒരു കാര്യം അവിടെ കിടന്നു കഴിയുമ്പോ നമ്മുടെ തലച്ചോറിനുള്ളില് അത് നമുക്കൊരു നല്ല കാര്യമല്ല പ്രൊഡ്യൂസ് ചെയ്തു തരുന്നത്. അവിടെയാണ് ഈ ഭയവും കോപവും ഒക്കെ വരുന്നത്. അപ്പൊ നമ്മളൊന്ന് ഓർത്ത് വയ്ക്കേ, നമുക്ക് ദേഷ്യം വരുന്ന എപ്പോഴാ? ഇപ്പൊ നമ്മുടെ ഭർത്താവ് വീട്ടിലില്ല, നമ്മള് എന്തെങ്കിലും ഒരു സംഭവം നടന്നു, അല്ലെ അദ്ദേഹത്തോടൊരു കാര്യം പറഞ്ഞു, അപ്പൊ അത് നടന്നില്ല. ആ
കാര്യങ്ങൾ എനിക്കത് ചെയ്തു തന്നില്ല എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിരുന്നിട്ട് നമ്മുടെ ഉള്ളിൽ അത് കിടക്കുവാണ്, ആ കാര്യം കിടക്കുവാണ്. അപ്പൊ വീട്ടിൽ വന്നു കഴിയുമ്പോൾ നമ്മുടെ പ്രതികരണം എങ്ങനെയായിരിക്കും? എന്തെങ്കിലും ഒരു കാര്യത്തില് നല്ലൊരു സോഫ്റ്റ് പ്രതികരണം ആയിരിക്കില്ല അല്ലെ? അല്ലെങ്കിൽ പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നൊരു കോപം, ഭയങ്കര പ്രശ്നമോ വഴക്കോ അടിയൊന്നും അല്ല ഞാൻ പറഞ്ഞേ. നമ്മുടെ പ്രതികരണം തന്നെ എങ്ങനെയായിരിക്കും? നമ്മുടെ ഈ ചിന്തയുമായിട്ട് എന്തിനു ബന്ധമുണ്ട്? നമ്മുടെ പ്രതികരണങ്ങൾക്ക് ബന്ധമുണ്ട്. അപ്പൊ നല്ല ചിന്തകളല്ല നമ്മുടെ ഹൃദയത്തിൽ നിറച്ച് ഒരു ക്ഷമ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം മതി, ഭയങ്കര ക്ഷമിക്കാത്ത അല്ലെങ്കിൽ ഭയങ്കര അതിങ്ങനെ ഉള്ളിൽ കിടക്കുമ്പോഴാണ് നമ്മുടെ പ്രതികരണത്തിൽ ഈ കോപവും ദേഷ്യവും ഇങ്ങനെയുള്ള ഭയവും കാര്യങ്ങളും എല്ലാം കയറി വരുന്നത്. അങ്ങനെയാണ്. അപ്പൊ ഒരു മനുഷ്യൻ പറഞ്ഞു, അദ്ദേഹം അത്യാവശ്യം നല്ലൊരു വ്യക്തിയാണ്, സാമൂഹികമായി പല നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്ന നല്ല കഴിവുള്ള ഒരു വ്യക്തി. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫസർ, ഇവരെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫസർ അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ്ദേഹത്തിന് നല്ല കഴിവുള്ള വ്യക്തിയാണല്ലോ, ഇത് കൂടുതൽ ഇദ്ദേഹം ഈ മേഖലയിൽ പ്രശോഭിക്കേണ്ട ഒരാളാണല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒന്ന് പരിശോധിച്ചു നോക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം യോഗ ചെയ്യുന്ന മെഡിറ്റേഷൻ ഒക്കെ എടുക്കുന്ന ആളാണ്. അദ്ദേഹം ഇങ്ങനെ പല ദിവസം ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുവാണ്, എന്താണെങ്കിൽ ഇതെനിക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ ചിന്തിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു വ്യക്തിയോടുള്ള, അവര് തമ്മിൽ ഭയങ്കര പ്രശ്നമൊന്നുമില്ല, പക്ഷേ എങ്കിലും ആ വ്യക്തി എന്നോട് ക്ഷമിച്ചു കാണുമോ, എന്നെ കുറിച്ച് അദ്ദേഹത്തിന് അങ്ങനെ ഒരു മോശം ഇമേജ് അല്ലേ എന്നുള്ള ചിന്ത ഈ ഉള്ളിയുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പൊ ആ പുള്ളി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഈ കാര്യം ആ വ്യക്തിയോട് പറയാനായിട്ട് ഇടയായി. അദ്ദേഹം ഇങ്ങനെ പെട്ടെന്നൊന്നുമല്ല, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലോ. അപ്പൊ ആ മനുഷ്യൻ പറയാണ്, ആ വ്യക്തിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്ന് കേട്ട ആ നിമിഷം എന്റെ ഹൃദയത്തിലുള്ള എല്ലാ കാര്യം, എന്റെ ഹൃദയം ഭയങ്കര ഒരു എന്താ പറയണ്ട ഭാരമെല്ലാം നീങ്ങിപ്പോയി എന്ന് എനിക്ക് തോന്നി. എന്റെ ജീവിതത്തിന് മുന്നോട്ടുള്ള ആ പോക്ക് വളരെ നല്ല ഒരു പോക്കായിരുന്നു എന്ന് അദ്ദേഹം പറയാനിടയായി. അതിന്റെ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഉള്ളിൽ ചെറിയ കാര്യമായിരിക്കും. നമ്മൾ ഈ ഭാര്യ ഭർത്താക്കന്മാരും മക്കളോട് അങ്ങനെ ഇങ്ങനെയൊക്കെ വരുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവിടെ കിടന്നിട്ട് അത് എന്താവും? അതാണ് നമ്മുടെ പ്രതികരണങ്ങളെ പലപ്പോഴും രൂക്ഷമാക്കുന്നത്. അതങ്ങനെ ഇരുന്ന് എന്താവും? ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഭയങ്കര ശത്രുതയും അങ്ങനെ അതല്ല, പക്ഷെ ഇതെല്ലാം ഒരു നാച്ചുറൽ മെഡിസിൻ ആണെന്നാ പറയുന്നത്. സൗകര്യമാര് മിക്കപ്പോഴും പറയാം, ഒരു ക്ഷീണമാണ്, എനിക്കൊരു തളർച്ചയാണ്, ഒന്നും ചെയ്യാൻ ഒരു ഉഷാറില്ല. നമ്മുടെ മനസ്സിന് എന്തുണ്ട്? വളരെ ഒരു പങ്കുണ്ട് ഇതിനൊക്കെ, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ ധാരാളം ഇതെങ്ങനെ കിട്ടണം? ഇതൊക്കെ നമുക്ക് നമ്മൾ ഈ വചനങ്ങൾ കേൾക്കണം, വചനങ്ങൾ വായിക്കണം, നമ്മൾ ഹൃദയംഗമമായി പ്രാർത്ഥിക്കണം. അതാണ് ബിബ്ലിക്കലായിട്ട് മാത്രം, നമുക്ക് ആത്മീയമായിട്ട് മാത്രം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ പ്യൂർ ആവണം, മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ബൈബിളിൽ നിന്നൊരു ഉദാഹരണം എടുക്കാം. ജോസഫിന്റെ ജീവിതം ഒന്ന് ഓർത്തു വയ്ക്കുകയും. ജോസഫ് ഒരു നല്ല വ്യക്തിയായിരുന്നു. ജോസഫിന്റെ സഹോദരന്മാരിൽ നിന്ന് ലഭിച്ച കാര്യം എന്തായിരുന്നു? ജോസഫ് ആ ലഭിച്ച കാര്യങ്ങളെല്ലാം ഇവര് പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടു. ഇവരവിടെ നിന്ന് എടുത്ത് വിറ്റുകളഞ്ഞു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ വേറെ പ്രശ്നങ്ങള്. ഇതെല്ലാം ജോസഫിന്റെ ഉള്ളിൽ. ജോസഫ് ഒരു നല്ല വ്യക്തിയായിരുന്നു എന്ന് പറയാൻ കാരണം എന്താണ്? ആ പൊത്തിഫറിന്റെ വീട്ടിൽ വെച്ച് ആ സ്ത്രീ തന്നെ അങ്ങനെ വളരെ മോശമായി കുറ്റം വിധിച്ചപ്പോഴും ജോസഫ് പറഞ്ഞ എന്താണ്? ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു, അല്ലെ? ജോസഫിന് അങ്ങനെ ഒരു ഹൃദയം ഉണ്ടായത് എന്തുകൊണ്ടാ? ഈ ചേട്ടന്മാരെന്നെ വിട്ടുകളഞ്ഞു, എന്റെ അപ്പനില്ല, അമ്മ. അദ്ദേഹം നല്ലൊരു ഹൃദയത്തിനുടമയായിരുന്നു. അങ്ങനെ നമ്മൾ എന്താവണം? എന്നിട്ട് നോക്കിയേ, ജോസഫ് വന്നിട്ട് ജോസഫിന്റെ ഈ സ്വഭാവം കുറച്ചുകൂടെ മനസ്സിലാകുന്ന എങ്ങനെയാ? നമ്മള് ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം ഒക്കെ ഇങ്ങനെ വായിച്ചു വരുന്ന സമയത്ത് ജോസഫ് തന്നെത്താൻ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് അവരോട് പറഞ്ഞ എന്താണ്? നിങ്ങൾ എന്നെ വിട്ടു കളഞ്ഞതിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട. നമുക്ക് വരാനുള്ള ഒരു ക്ഷാമകാലത്തേക്ക് ദൈവം എന്നെ ഇങ്ങനെ അയച്ചു എന്ന് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. നിങ്ങൾ അതിന് വിഷമിക്കേണ്ട. ഓർത്തു വയ്ക്കേ, നമ്മളോട് ഇങ്ങനെ പെരുമാറിയ നിങ്ങളുടെ സഹോദരങ്ങളോട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായ വ്യക്തികളോട് നിങ്ങളുടെ ഹൃദയത്തിലെ അല്ലെങ്കിൽ എന്റെ ഹൃദയത്തിലെ ആറ്റിറ്റ്യൂഡ് എങ്ങനെയായിരിക്കും? അതാ ഞാൻ പറഞ്ഞേ, ഇങ്ങനെ ബുദ്ധിമുട്ടുള്ള ആളുകളെ അവരെ നന്നാക്കിയിട്ടല്ല നമുക്ക് സ്നേഹിക്കാൻ പറ്റുന്നത്. മറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ സൂക്ഷിക്കണം. നമ്മളെ നന്നായിട്ട് സൂക്ഷിക്കണം. എങ്ങനെയാ? നിന്നോട് പാപം ചെയ്യാതിരിക്കാൻ നിന്റെ വചനത്തെ എന്റെ ഹൃദയത്തിൽ വേറെ കുറുക്കു വഴിയൊന്നുമില്ല. നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് ലോകപ്രകാരമുള്ള വഴികളൊന്നും നമുക്കില്ല, അല്ലെ? നമ്മളെ തന്നെ. ഇനി
മറ്റൊരു ഉദാഹരണം നോക്കിയാൽ, നമ്മള് ബന്ധങ്ങൾ ശരിയാക്കുന്ന നിലയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആത്മീയമായിട്ടുള്ള സ്വഭാവത്തിന്റെ ശ്രേഷ്ഠതയാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് അബീഗയിലേക്ക് നോക്കിയാൽ മതി. അബീഗയിലിന്റെ ഭർത്താവ് ആരായിരുന്നു? നല്ല ഒരു മനുഷ്യനായിരുന്നോ? നെവർ, അല്ലേ? ഒരിക്കലും ഒരു നല്ല മനുഷ്യനായിരുന്നില്ല. പക്ഷെ അബീഗയിലിനെ നമ്മളൊന്ന് എടുത്തു, നമ്മൾ അബീഗയിലിനെയൊക്കെ ക്യാരക്ടർ സ്റ്റഡിയൊക്കെ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ളതാണ്. വളരെ വിവേകമുള്ള നല്ല ഒരു സ്ത്രീ ആയിരുന്നു, അല്ലേ? അവള് എന്ത് ചെയ്തിട്ടില്ല? അവളുടെ ഭർത്താവിന്റെ ഒരു കുറ്റവും ആരോടേലും പറഞ്ഞോ? ആകെ ദാവീദിന്റെ അടുത്ത് പോയി പറഞ്ഞു, അവന്റെ പേര് പോലെ തന്നെ, അതായത് അത് അപ്പോ ദാവീദിനോട് ഇത് ചെയ്യാണ്, ഏറ്റുപറയാണ്, അല്ലേ? ഒന്ന് ഓർത്തു നോക്കി, അവളുടെ ആ റിലേഷൻഷിപ്പ്, ആ ബന്ധം അവൾ എത്ര നന്നായിട്ട് സൂക്ഷിക്കാൻ പറ്റി അവൾക്ക്. എന്താ കാരണം? അവൾക്ക് ധാരാളം വചനം അറിയാമായിരുന്നു എന്നുള്ളതിന്റെ അവളുടെ ഉള്ളിൽ ആ കാലഘട്ടത്തിൽ അവൾക്ക് മനസ്സിലായതുപോലെ അവളെ വചനം മനസ്സിലായി. കാരണം ദാവീദിനോട് പറയുന്ന എല്ലാം ബാക്കിയെടുത്ത് ഞാൻ വായിക്കാത്തതെന്ന് വെച്ചാൽ സമയം കുറവായതുകൊണ്ടാണ്. 1 ശമൂവേൽ 25-ാം അധ്യായം നിങ്ങൾ അതൊക്കെ ഒന്നെടുത്ത് വായിക്കണമെന്നേ. അതൊക്കെ പോയിട്ടൊന്ന് വായിച്ച് പഠിക്കണം സഹോദരിമാരിരുന്ന്. അപ്പൊ അവിടെ പറയുന്നുണ്ട്, അല്ലെ? അവള് അറിഞ്ഞില്ലായിരുന്നു, പക്ഷെ അവളൊരു ഭക്തിയായ സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം ആ ബാല്യക്കാരെന്ത് ചെയ്തു? അന്നേരം ഒന്നും അറിഞ്ഞില്ല, ഇവരെയൊക്കെ തിരിച്ചയച്ചു കഴിഞ്ഞിട്ടാണ്. അങ്ങനെ ആ വിവരം അറിയാനിടയായി. ആ വിവരം അറിഞ്ഞു കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു? അവള് വളരെ വിവേകത്തോടെ ഭർത്താവിന്റെ എന്നാ ഈ ഭർത്താവിനെ ഇട്ട് പണി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണെന്നൊന്നും അബീഗയില് ചിന്തിച്ചില്ല, അല്ലെ? അബീഗയിൽ എന്ത് ചെയ്തു? അബീഗയില് വേണ്ട റെമഡി, അവൾ ആ പ്രശ്നത്തിൽ, അതാണ് സ്ത്രീകൾ ജ്ഞാനമുള്ളവൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ജ്ഞാനമുള്ളവരായിട്ടിരുന്നാൽ മതി. നമ്മൾ ദൈവത്തിന്റെ ആ വിവേകം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോ നമുക്കിതിനൊക്കെ സാധിക്കും. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളോടായിരിക്കാം, നമ്മുടെ ആരോടും, ഭർത്താവിനോട് മാത്രം എന്നുള്ള ഏത് ബന്ധത്തിലും നമുക്ക് നല്ല പ്രമാണങ്ങളാണ്. നമ്മൾ എന്താവണം? നമ്മുടെ ഹൃദയം ശുദ്ധമാകണം, നമ്മൾ നല്ല ആളുകളാവണം. അതിന് കുറുക്കുവഴി ഒന്നുമില്ല. വചനത്താലും പ്രാർത്ഥനയാലും എല്ലാം ശുദ്ധമാക്കപ്പെടുന്നു, അതേ ഉള്ളൂ. വേറെ കുറുക്കുവഴികളൊന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പറയാനായിട്ടില്ല. അപ്പൊ നമുക്ക് ആത്മീയമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടെ മാത്രം, അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള ഒരു കണ്ണിലൂടെ നമ്മൾ കാര്യങ്ങളെ കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള ബുദ്ധിമുട്ടുള്ള വ്യക്തികളെ സ്നേഹിക്കാനായിട്ട് കഴിയുള്ളൂ. മറ്റൊരു കാര്യവും കൂടെ ഞാൻ പറയട്ടെ. നമുക്ക് നമ്മുടെ ജീവിതത്തില് നന്ദിയുള്ളവരായിട്ടിരിക്കണം. ഞാൻ ഇതിൽ ഒരുപാട് പോയിന്റ്സ് ഒക്കെ പറയുകയാണെങ്കിൽ ഞാൻ ഈ 2 കാര്യം എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഹൃദയവുമായിട്ടും നമ്മുടെ മനസ്സുമായിട്ടും ഒക്കെ ഏറ്റവും നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യമായതുകൊണ്ടാണ്. നമുക്ക് ക്ഷമിക്കാനുള്ള ഒരു ഹൃദയവും നന്ദിയുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിലുണ്ടല്ലോ, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വിജയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തീരാനായിട്ട് കഴിയും. ധാരാളം ഇതിനെക്കുറിച്ചുള്ള വാക്യങ്ങളൊന്നും പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല, അല്ലെ? നമ്മള് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 18 മുതലുള്ള വാക്യങ്ങളിൽ വായിക്കുന്ന എന്നാ, എല്ലാറ്റും സ്തോത്രം ചെയ്യുവൻ, അല്ലെ? നന്ദിയുള്ള മനുഷ്യരായിട്ടിരിക്കുക. അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നത് എന്താണെന്നറിയാവോ? അത് നമ്മുടെ സ്ട്രെസ്സിനെ എല്ലാം, അത് സെക്കുലർ ആയിട്ടുള്ള ആളുകൾ പറയുന്ന, അപ്പൊ നമുക്കത് എന്തോരം എന്തോരം ഗുണം ചെയ്യും, അല്ലെ? നമ്മുടെ കർത്താവിനോടുള്ള ഒരു നന്ദിയുള്ള ഒരു ഹൃദയം, അതുപോലെ തന്നെ മനുഷ്യരോട് നന്ദിയുള്ള ഒരു ഹൃദയം, അതുണ്ടെങ്കിലുണ്ടല്ലോ ഗ്രാറ്റിറ്റ്യൂഡ്. ഞാൻ ഒരു ഉദാഹരണം പറയാം, വേഗത്തിൽ മനസ്സിലാവുമല്ലോ. ഇങ്ങനെയാണ് ഞാൻ കേട്ട ഉദാഹരണം എങ്ങനെയാണ്. അപ്പൊ ഒരു സ്കൂളില് ഒരു ടീച്ചർ അങ്ങനെ കുട്ടികളോടെല്ലാം പറഞ്ഞു, ഇന്ന് നിങ്ങൾ ഇനി തുടർന്ന് വരുന്ന ഒരാഴ്ച നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്, എന്ന് വെച്ചാൽ നന്ദി പറയാനുള്ള സമയങ്ങളാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾ പോയിട്ട് 3 പേരോടെങ്കിലും നിങ്ങൾക്ക് ലഭിച്ച എന്തെങ്കിലും നന്മകളെ ചൊല്ലി നിങ്ങൾ നന്ദി പറയണം എന്ന് പറഞ്ഞു. അപ്പോ അതില് ഒരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നു, 10ാം ക്ലാസ്സോ +2 ഏതാണ്ട് പഠിക്കുന്ന ഒരു പയ്യനാണ്. അപ്പം അവനൊരു പാർട്ട് ടൈം ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇവനത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ഇവനിങ്ങനെ പാർട്ട് ടൈം ജോലി കൊടുത്ത ഒരു കമ്പനിയിൽ ഇവന് ജോലി കൊടുത്ത വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഇവൻ കാണാൻ ചെന്നിട്ട് പറഞ്ഞു, എന്താണ് എപ്പോ വന്നതെന്ന് ചോദിച്ചു. അല്ല, ഞാൻ ചേട്ടനോടൊരു കാര്യം പറയാൻ വന്നതാണ്. ഇന്ന് ഞങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ്. അപ്പൊ ഞങ്ങളുടെ ടീച്ചർ പറഞ്ഞു, നിങ്ങൾക്ക് നന്മ ചെയ്ത ആളുകളോട് പോയി നിങ്ങൾ നന്ദി പറയണം, ഒരു നന്ദി കാണിക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ നിങ്ങൾ പോയിട്ട് ഒരു നന്ദി പറയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്നതാണ് സാർ എനിക്ക് ആ ജോലി തന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന് ഒരുപാട് ആശ്വാസമായി.
എനിക്കത് ചെയ്യാൻ പറ്റിയത് കൊണ്ട് പഠിക്കാനും പറ്റുന്നുണ്ട്, എൻ്റെ വീട്ടുകാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് സാർ ഈ ചെയ്ത കാര്യം ഞാൻ മറന്നു പോകില്ല, സാറിനോട് എപ്പോഴും എനിക്ക് നന്ദിയുണ്ട്. പിന്നെ സാറേ ഒരു കാര്യം, സാറിന് ആരെങ്കിലും ഒരു നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ സാറ് അവരോട് ഈ കാര്യം പറയണമെന്ന് പറഞ്ഞു. അപ്പം ഇവനങ്ങ് അപ്പൊ ഈ മനുഷ്യന് ഇവനോട് ഭയങ്കര സ്നേഹം തോന്നി, ഇവനോട് കുറെ നേരമൊക്കെ സംസാരിച്ചു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ തോന്നി, എൻ്റെ ബോസ് കാര്യം ഒരു റഫായിട്ടുള്ള ഒരു പരിക്കം മനുഷ്യനൊക്കെയാണ്, എന്നാലും അദ്ദേഹം കമ്പനിയിൽ ജോലി തന്നതുകൊണ്ടൊക്കെ ആണല്ലോ ഞങ്ങൾ ഇത്രയും പേർക്ക് ജോലിയൊക്കെ കിട്ടി. എന്നാലൊരു കാര്യം ചെയ്യാം, ബോസിന്റെ അടുത്ത് പോയിട്ട്. അപ്പൊ ബോസ് ഇച്ചിരി ചൂടനൊക്കെയാണ്. ബോസിന്റെ അടുത്ത് എന്ന സമയത്ത് ബോസ് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക ആരാട്. അപ്പം അവൻ അനുവാദം ചോദിച്ച് കയറി വരാൻ പറഞ്ഞു. അപ്പൊ അന്നേരം ഫോൺ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് തന്നെ ചോദിച്ചു, നീ എന്തിനാ വന്നേ? ഞാനിങ്ങനെ അപ്പൊ പിന്നെ പുള്ളി ഇങ്ങനെ എൻ്റെ അടുത്ത് ഇന്നിങ്ങനെ ഒരു പയ്യൻ വന്നു, അവൻ എന്നോട് പറഞ്ഞു ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ് ഡേ ആണ് അവന്റെ ടീച്ചർ പറഞ്ഞു. അപ്പൊ അവന് നമ്മൾ ആ ജോലി കൊടുത്തത് അവന് വളരെ നന്നായി. അപ്പം സാറ് അപ്പൊ എനിക്ക് തോന്നി സാറിനോട് നന്ദി പറയണം, കാരണം സാറ് ജോലി എനിക്ക് തന്നോണ്ടല്ലേ എനിക്ക് അവന് ജോലി കൊടുക്കാൻ പറ്റിയത്. അപ്പൊ സാറ് അലക്ഷ്യമായിട്ടിരുന്ന അതൊക്കെ കേൾക്കുന്നേ, ഫോണൊക്കെ ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും സാറിനോട് നന്ദി പറയാനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളി ഫോണൊക്കെ വെച്ചിട്ട് ചോദിച്ചു, അല്ല സാർ എനിക്ക് ജോലി തന്നു, അപ്പം ഈ കാര്യം എനിക്ക് സാറിനോട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് ഞാൻ വന്നതാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അദ്ദേഹത്തിന് ഇച്ചിരി ആകാംക്ഷയായി. അദ്ദേഹവും ഇവനോട് കുറച്ചുകൂടെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അപ്പൊ അത് കേട്ടപ്പോ പുള്ളിയുടെയും ഹൃദയത്തിലും അപ്പൊ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മൾ ഈ നന്ദിയുടെ വാക്കുകളെ കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഒരു മാറ്റം വരുമെന്നാണ്. നമ്മുടെ നെർവ്സിനാണ് ആ കെട്ടുകളൊക്കെ അഴിഞ്ഞിട്ട് ഒരു സ്ട്രെസ് ഫ്രീ ആകുമെന്നാണ് പറയുന്നത്. അപ്പൊ ഈ ബോസ് ഇത്രയും നേരം അങ്ങനെയൊക്കെ സംസാരിച്ചിരുന്ന ആള് വളരെ കാര്യമായിട്ട് ഇദ്ദേഹത്തോട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പം പോകാൻ നേരത്തെ ഇവനും പറഞ്ഞു, സാറും ആരോടെങ്കിലും ഒന്ന് നന്ദി പറയാനുണ്ടെ പറയുന്നത് നല്ല എന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് ഇവൻ പോയി. അപ്പൊ അത് കഴിഞ്ഞപ്പോ അദ്ദേഹം ഓഫീസൊക്കെ അടച്ച് അപ്പൊ അദ്ദേഹം കാർ ഓടിച്ച് വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ വാസ്തവത്തിൽ എങ്ങനെയുള്ള ഒരു മനുഷ്യന്, എന്റെ മോന്, അവർക്കൊരു മോനുണ്ട്, താനും ഭാര്യയായിട്ട് എന്നും വഴക്കാം. ഇവരുടെ രണ്ടുപേരുടെയും വഴക്ക് കണ്ട് കൊച്ചാകപ്പാടെ പേടിച്ച്, ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ പേടിച്ച് എവിടെയെങ്കിലും മുറിയിൽ അങ്ങനെ ഇരിക്കുള്ളൂ. എന്തായാലും ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു. അപ്പൊ ഇദ്ദേഹം വന്ന് നന്ദി പറഞ്ഞപ്പോ ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിന് ഒരു അയവ് വന്നു. അപ്പൊ ഇദ്ദേഹത്തിന് തോന്നി, എന്റെ വീട്ടിൽ പോയിട്ട് എനിക്കും നന്ദി പറയണം. അപ്പൊ ഇദ്ദേഹം വീട്ടിലേക്ക് ചെല്ലുമ്പോ ഭാര്യ ആരാണ്ടോട് ഫോൺ ചെയ്തോണ്ടിരിക്കുക. അപ്പൊ പിന്നെ മോനെ നോക്കാന്ന് ഓർത്തു. ഭാര്യയോടും മോനോടും പറയണം എന്ന് ഓർത്താണ് അദ്ദേഹം. മോന്റെ അടുത്ത് നിന്ന് മോൻ മുറിയൊക്കെ അടച്ചിരിക്കുകയാണ്. അപ്പം മോനെ ഇങ്ങനെ വിളിച്ചു. അപ്പം വിളിക്കുമ്പോ ഇനി തല്ലാനാണോ വഴക്ക് പറയാനാണോ എന്ന് അറിയില്ലല്ലോ. അപ്പൊ അദ്ദേഹം വിളിച്ചിട്ട് മോന്റെ അടുത്ത് നിന്ന് അവന്റെ മേത്ത് കൈയൊക്കെ വെച്ചിട്ട്, അങ്ങനെ ഒരിക്കലും അങ്ങനെ പെരുമാറാറില്ല. അപ്പോ അങ്ങനെ അവന്റെ അടുത്ത് ചെന്നപ്പോ അവൻ പറഞ്ഞു, ഡാഡി ഞാനും ഇന്ന് ഡാഡിയോട് സംസാരിക്കണം എന്ന് ഓർത്തിരിക്കുമായിരുന്നു. എന്റെ ടീച്ചർ എന്നോട് പറഞ്ഞു ഇന്ന് ഗ്രാറ്റിറ്റ്യൂഡ്സ് ഡേ ആണ്, അപ്പൊ നിങ്ങള് ആരോടെങ്കിലും നന്ദി പറയാനുണ്ടെങ്കിൽ പറയണം എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആ പയ്യൻ അങ്ങനെ പറഞ്ഞു. അപ്പം ഇദ്ദേഹത്തിന് അപ്പം ഇദ്ദേഹവും ഇതിന് വന്നതാണ്. അപ്പൊ രണ്ടുപേരുടെയും മനസ്സിന് എന്ത് കിട്ടി? ഒരഴിവ് കിട്ടി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മോനെ ഞാന് അപ്പം നിന്നോട് ഒരിക്കലും അങ്ങനെ നന്നായിട്ടൊന്നും പെരുമാറിയിട്ടില്ല, അതെന്റെ കുറവാണ്. അന്നേരം ഈ മോൻ പറയുകയാണ്, ഡാഡി ഞാന് ഇന്ന് ഡാഡിയോട് ഇതൊക്കെ പറഞ്ഞിട്ട് രാത്രി നല്ല വെയിൻ മുറിച്ച് സൂയിസൈഡ് ചെയ്യാന്ന് ഓർത്തിരിക്കുവായിരുന്നു, കാരണം നിങ്ങളുടെ ഇടയിൽ എനിക്ക് ജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊരു കഥയാണോ സംഭവമാണോ എന്നൊന്നും എനിക്കറിയില്ല. നമുക്കിത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ കേട്ട ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാണ്. എനിവേ, നന്ദിയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ആ സ്ട്രെസ് നിങ്ങളതൊന്ന് പരീക്ഷിച്ചു നോക്കുക. നല്ല കാര്യമാണ്. നമ്മുടെ ദൈവത്തോട് നമ്മളെ പോലെ നന്ദി പറയാൻ കഴിയുന്ന ആരുണ്ട്? ഒറ്റക്കൊരു കാര്യം പോരെ, നമുക്ക് ആജീവനാന്തം നന്ദി പറഞ്ഞാലും മതിയാവില്ല. നരകത്തിൽ നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക. നിങ്ങൾ അങ്ങനെ ഇപ്പൊ സുവിശേഷം പറയുന്ന വ്യക്തികളാണോ, സുവിശേഷത്തെ കുറിച്ച് ഭാരമുള്ളവരാണോ, ഇതൊന്നും എനിക്കറിയില്ല. നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്റ്റാറ്റസ് അവരവർക്കേ അറിയാവുള്ളൂ. നമുക്ക് ആ ഒരു ഭാരമുണ്ടോ? എന്റെ ദൈവമേ, ഞാൻ ഈ തീനരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എന്റെ അവസ്ഥ എന്താവുമായിരുന്നു, അല്ലേ? നമ്മളെ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് മരിച്ചുപോയാൽ നമ്മൾ എന്നേക്കും അങ്ങനെ തന്നെ ദൈവത്തോട് നന്ദി പറയാൻ. പിന്നെ അനുദിന ജീവിതത്തില് ഓരോ ദിവസവും നടത്തുമ്പോൾ എന്തുമാത്രം കാര്യങ്ങൾ നന്ദി പറയാനുണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഹൃദയം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് ആരെയും സ്നേഹിക്കാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സ്നേഹത്തെ കുറിച്ച് പറയുന്നത് എന്താണെന്നറിയാവോ? എന്ന് വിചാരിച്ചിപ്പോ
ഇന്ന് എന്തായാലും ഈ ക്ലാസ് കേട്ട് എന്റെ അങ്ങനെയൊന്നും നമുക്ക് ആരുടെ അടുത്തും പോയി നിരപ്പാകാൻ പറ്റില്ല. നമ്മുടെ ഉള്ളിലേക്ക് നല്ലൊരു ക്ഷമിക്കുന്ന ഹൃദയവും നന്ദിയുള്ള ഒരു ഹൃദയം ഉള്ളപ്പം ദൈവസ്നേഹം എവിടെ നിറയും? നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞിട്ട് അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ള മനുഷ്യരെ സ്വാഭാവികമായിട്ട് നമുക്ക് സ്നേഹിക്കാൻ പറ്റും. ആ പ്രശ്നങ്ങൾ എന്തായി പോവും? ചിലപ്പോ ഒന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ളായിരിക്കും. ഈ സംസാരിക്കാനുള്ള ധൈര്യം കിട്ടണമെങ്കിൽ അത് നമ്മുടെ പ്രശ്നമാണ്, അല്ലാതെ അവര് ഭയങ്കര ക്രൂരന്മാരായിട്ടോ അല്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇതെല്ലാ മാലിന്യങ്ങളും നീക്കിക്കളഞ്ഞ് നല്ലൊരു ഹൃദയത്തിന് ഉടമയായ ഞാൻ നിങ്ങളോട് പറയാം, ഈ ലോകത്തിൽ നമുക്ക് എല്ലാ മനുഷ്യരെ ഉൾക്കൊണ്ട് ജീവിക്കാനായിട്ട് നമുക്ക് കഴിയും. നമുക്ക് കഴിഞ്ഞില്ല പിന്നെ ആർക്കാ കഴിയുന്നത്? ദൈവമക്കളായിരിക്കുന്ന നമുക്ക് മറ്റു മനുഷ്യരെ സ്നേഹിക്കാനായിട്ട് കഴിഞ്ഞില്ലെങ്കിൽ ആർക്കും കഴിയില്ല. അപ്പൊ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നോക്കാം. അപ്പൊ ആരുടെ പ്രശ്നമാണ്? സൊല്യൂഷൻ എന്താണ്? ബുദ്ധിമുട്ടുള്ള ആളുകളെ വചനപ്രകാരം, ഞാൻ വചനത്തിൽ നിന്ന് ഒരുപാട് നമ്മൾ കുറച്ച് വാക്യങ്ങൾ വായിച്ചു അല്ലെ? ആ വാക്യങ്ങളൊക്കെ അതാണ് കർത്താവ് പറഞ്ഞ എന്നാ, നമ്മളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്നത് ദൈവത്തിന് ഒന്നുമല്ല. ദൈവം അതെന്ത് ആരും ചെയ്യുന്നുണ്ട്? ഒരുപാട് സ്നേഹമുള്ള മനുഷ്യരില്ലേ? നമ്മുടെയൊക്കെ അയൽവാസികളൊക്കെ നല്ല സ്നേഹമുള്ള മനുഷ്യരില്ലേ? അവരെല്ലാം വിശ്വാസികളായിട്ടാണോ? അല്ല, അവർക്ക് ആ സ്വാഭാവിക സ്നേഹം, അവർക്ക് നന്നായി സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട്. കർത്താവ് പറഞ്ഞ എന്താ, നമുക്ക് വെച്ചിരിക്കുന്ന ലെവൽ എന്നാണ്? നമ്മളെ സ്നേഹിക്കുന്നവരെ മാത്രമല്ല, നമുക്ക് സ്നേഹിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്നേഹിക്കണം. ആരോടും കൈപ്പായിട്ടിരിക്കാൻ നമുക്ക് റൈറ്റ് ഇല്ല. ദൈവവചനം നമുക്ക് അങ്ങനെ ഒരു തരുന്നതേ ഇല്ല. നമ്മുടെയൊക്കെ സ്നേഹം, നമ്മുടെ സഭകളിലെ സ്നേഹമൊക്കെ ഈ നിലയിലൊന്ന് വർദ്ധിച്ചാൽ നമ്മൾ എന്തുമാത്രം അനുഗ്രഹിക്കപ്പെട്ടവരാകും. വാസ്തവത്തിൽ നമുക്ക് സുവിശേഷം പറയാനൊന്നും ആത്മഭാരം ഉണ്ടോ നിങ്ങൾക്ക്? ഈ കഴിഞ്ഞ ഒരാഴ്ച നിങ്ങൾ ആരോടെങ്കിലും സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങളെ തന്നെ ശോധന ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് വരുന്നില്ല? നമുക്ക് തന്നെ സ്നേഹമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് സ്നേഹമില്ല, നമ്മുടെ ചർച്ചിൽ തന്നെ നമുക്ക് സ്നേഹമില്ലെങ്കിൽ അത് പുറത്തോട്ട് എങ്ങനെ ഒഴുകും? നമ്മുടെ ഉള്ളിലേക്ക് ഈ ദൈവസ്നേഹം ധാരാളമായിട്ട് പകരപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ഓവർഫ്ലോ അല്ലെ, നിറഞ്ഞ പാത്രമേ എന്ത് ചെയ്യുള്ളൂ? കവിയുള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഒഴുക്കിലേക്ക് വരുമ്പോഴാണ് നമുക്ക് പുറത്തുനിന്നുള്ളവരെ നേടാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ സ്വർഗത്തിലെ ദൈവം നമുക്ക് അതിനുള്ള സാധ്യത തന്നിട്ടുണ്ട്. ആ സാധ്യത നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ഉപയോഗിക്കാനായിട്ട് കടപ്പെട്ടു. ഇല്ലെങ്കിൽ ഞാൻ പേടിപ്പിക്കാൻ പറയുന്നതല്ല, നമ്മുടെ പ്രവൃത്തികളെല്ലാം കൂടി ശോധന. ഇന്നിപ്പോ നമ്മളൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുമായിരിക്കും. ഞാനിപ്പോ ക്യാമ്പിന് വന്നപ്പോ ഇത്ര രൂപ കൊടുത്തു. ഞാൻ ഇപ്പൊ നമ്മുടെയൊക്കെ ഈ സിസ്റ്റേഴ്സ് ക്യാമ്പ് തുടങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? 99 നമ്മൾ തുടങ്ങിയതാണ്. കൊറോണ അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അപ്പൊ 25 വർഷം, അതിലൊരു 5 വർഷം ഇല്ലെന്ന് വിചാരിച്ചെങ്കിൽ 20 വർഷമായി അല്ലേ? ആ 20 വർഷം വന്ന് പങ്കുകൂട്ടിയവർ ചിലപ്പോൾ ഒരു പക്ഷേ എന്നെ കേൾക്കുന്നുണ്ടാവാം. അതുപോലെ നമുക്ക് എന്തോരം ക്യാമ്പുകളുണ്ട്. ഇതെല്ലാം നമ്മളൊരു അങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് ജീവിക്കരുത്. കുറെ പ്രവൃത്തി ചെയ്യുന്നതിലല്ല, പിന്നെ എങ്ങനെയുള്ള കാര്യത്തിലാണ് നമുക്ക് സ്നേഹവും സന്തോഷവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവേണ്ടത്? ദൈവമേ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ, അത് ക്യാമ്പിന് വരുന്നതാണെങ്കിലും അതുപോലെ തന്നെ ചർച്ചിൽ വരുന്നതാണെങ്കിലും സുവിശേഷം പറയുന്നതാണെങ്കിലും എൻ്റെ ഹസ്ബൻഡിനോടുള്ള ഒരു ബന്ധങ്ങളും ഞാൻ എടുത്തെടുത്ത് പറഞ്ഞില്ല. ഭാര്യാഭർത്തൃ ബന്ധമെന്നോ അല്ലെങ്കിൽ മക്കൾ മാതാപിതാക്കൾ ബന്ധമെന്നോ ഇതൊന്നും ഞാൻ എടുത്തു പറഞ്ഞില്ല. ഏത് ബന്ധം ശരിയാകണമെങ്കിൽ എന്തു വേണം? നമുക്കൊരു നല്ല ഹൃദയം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണമെന്നേ. നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുകയെ, നിങ്ങളുടെ ഭർത്താവ് ആരാണ്? അദ്ദേഹത്തിന് കുറവുകളൊക്കെ ഉണ്ടായിരിക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങള്, നിങ്ങളുടെ അമ്മായിയമ്മ, അമ്മായിയപ്പൻ, നിങ്ങളുടെ ഇൻലോസ്, അങ്ങനെ നമ്മുടെ അയൽവാസികള്, പിന്നെ നമ്മുടെ സഹോദരങ്ങൾ തമ്മില് സ്നേഹമില്ലാതെയൊക്കെ ആയിട്ടുണ്ടാവും അല്ലെ? ചിലപ്പോ അവര് വിശ്വാസം സംബന്ധിച്ച് മിണ്ടാതിരുന്നെങ്കിൽ മിണ്ടാതിരിക്കട്ടെ, വേറൊരു കാര്യവും ചൊല്ലി നമ്മളുമായിട്ട് പിണങ്ങിയിരിക്കാനായിട്ട് ആരെക്കുറിച്ചും ആവശ്യമില്ല. നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ഒരാളോട് പറഞ്ഞ് നിരപ്പാകാനായിട്ട് പറ്റണം നിർബന്ധമില്ല. ഞാൻ എപ്പോഴും ഓർക്കും, ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും 30 വർഷം അവരോടൊപ്പം ജീവിക്കാൻ ദൈവം എനിക്ക് കൃപ തന്നു. അവരുടെ വീട്ടിൽ തന്നെ അല്ല 6 വർഷം ഒന്നിച്ചുണ്ടായിരുന്നു. അപ്പച്ചൻ ഒരു 4 മാസം സുഖമില്ലാതെ കിടന്നിട്ടാണ് മരിച്ചത്. അമ്മച്ചിയെ സംബന്ധിച്ച് അമ്മച്ചി പെട്ടെന്ന് അങ്ങ് മരിച്ചു. ഒരു ദിവസം രാവിലെ ഞങ്ങളെയും ചേട്ടന്റെ അടുത്തായിരുന്നു, വിളിച്ചു ചെല്ലുമ്പോഴേക്കും അമ്മച്ചി മരിച്ചു കഴിഞ്ഞു. എത്ര നൈമിഷികമാണെന്ന് ഞാൻ ഓർക്കുന്നു. പക്ഷെ അന്നേരം നമ്മുടെ
അപ്പം അവരോട് നമ്മുടെ ഹൃദയത്തിൽ എല്ലാവരോടും ഒരു നല്ല ബന്ധം ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വേണം. നമ്മൾ ചിന്തിക്കണം, ഇപ്പൊ ഞാൻ മരിക്കാം, ഞാൻ ബന്ധപ്പെടുന്ന ആളുകൾ മരിക്കാം, അപ്പൊ നമ്മള് അവരുടെ അടുക്ക പോയിരിക്കുമ്പോൾ നമുക്കൊരു റിഗ്രറ്റ് വരരുത്, അല്ലേ? നമുക്ക് എന്നാലും അത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അങ്ങനെയൊക്കെ ചിന്തിച്ച് നമ്മൾ ജീവിക്കണം. കർത്താവിന്റെ വരവ് അല്ലെങ്കിൽ നമ്മുടെ മരണം, അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകൾ, അതുകൊണ്ട് നമ്മൾ ഇനി ആരോടും സ്നേഹമില്ലാതിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ വളരെ കുറച്ച് കാര്യങ്ങളെ പറഞ്ഞുള്ളൂ. നിങ്ങൾ ഈ വാക്യങ്ങളൊക്കെ വീട്ടിൽ ചെന്നൊന്ന് എടുത്ത് വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുക. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.